അടിയാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവന്മാർക്ക് സേവ ചെയ്യുന്ന ആൾക്കാരാണ്. അല്ലാണ്ട് തീവടിയാ എന്നുള്ള ആ വാർത്തനെ മാറ്റി തന്നെ തെറ്റാണ്. അതെ. അപ്പം ഈ ഗേ കപ്പിൾ ആയിരുന്നിട്ട് പിന്നെ എങ്ങനെയാണ് ഒരു വുമൺ ആയിട്ട് ഒരാൾക്ക് മാറാൻ വേണ്ടി പറ്റുന്നത്? അതിന്റെ ലോജിക്ക് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അത് ഇത്രയും അറിവുള്ള ഒരാളായതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ നീ വന്നിട്ട് പെണ്ണാവാൻ നീ നോക്കുന്നത്? അപ്പൊ ഇങ്ങനെ തന്നെ ഇരിക്കേ, പെണ്ണാവും വേണം. എന്നിട്ട് എന്റെ മറ്റാൾക്ക് തരാം. ഞാൻ പറഞ്ഞു, നിന്നെ ആദ്യം നീ പ്യുവറായിട്ട് നീ നിന്റെ ആൾക്കാരും നിന്റെ പാരൻസിന്റെ അടുത്ത് നീ കാണിച്ചിട്ട് നീ പൂർണ്ണമായിട്ട് പെണ്ണായിട്ട് മാറ്. കുറെ പേര് പറയുന്നത് നമ്മളൊരു ഡെമോക്രാറ്റിക് കൺട്രിയിലാണ് ജാസി ജീവിക്കുന്നത്, നിന്നെ ഞങ്ങൾക്ക് എന്തും പറയാന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളുകയാണ് ചെയ്യുന്നത്. കൂടെ ആ നിന്ന വക്കീലിനെ വരെ കളിയാക്കുകയാണ് ചെയ്തത്. ജാസി വന്നിട്ട് എന്നെയും ഒരു ബാർ ഡാൻസർ ആയിട്ട് കയറ്റാം. അവിടുത്തെ റൂൾ പ്രകാരം നീ ആണായിട്ട് താഴത്ത് ടിങ് ടോങ്ങും വെച്ചിട്ട് ഓടാൻ വെച്ചിട്ട് അവിടെ പോയിട്ട് നിന്നെ അവിടെ പോയി എഴുത്തിട്ടുണ്ടെങ്കിൽ അവരെ ബാർ എടുത്ത് കൂട്ടും. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചോദിക്കട്ടെ, നീ ഒരു ട്രൂ ഈ സമൂഹത്തിൽ പെടണം എന്നുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ സത്യമായിട്ട് നീ പറ, നീ കല്യാണം കഴിച്ചിട്ടുണ്ടാവുമോ? തെറ്റാണ്. ആർ യു സൈക്കാട്രിക് ഓർ വാട്ട് ഈസ് യുവർ റിലേഷൻഷിപ്പ്? ഈ അക്കട പക്കടയെ നോക്കിയിട്ട് ആർക്കും എന്തിനാണ് ഇപ്പോൾ താഴത്ത് ഡിങ്ഡോങ്ങും വെച്ചിട്ട് നിന്നെ നോക്കിയിട്ട് അസൂയപ്പെടണം? ഞാനൊക്കെ പെണ്ണായി, അതായി കഴിഞ്ഞതിന് ശേഷം നീ പറ, ഞാൻ നിന്നെ തെറ്റ് പറയുന്നില്ല. പറയാം ഡിങ് ഡോങ്, യെസ് ഞാനും ആ ഡിങ് ഡോങ് വെച്ചോണ്ടിരുന്നു, എനിക്കും ഉണ്ടായിരുന്നു, അത് എത്ര വേദനയായിരുന്നു ഞാൻ പറയാം. പക്ഷെ ഇന്നിപ്പോ നീ ഡിങ് ഡോങ്ങും വെച്ചിട്ട് ഞാൻ വെട്ടില്ല ഒരു എല്ലാ ഇന്റർവ്യൂവിലും പറയുന്ന ഒരു നുണക്കി കവറപ്പ് ചെയ്ത് അപ്പുറത്തും ഇപ്പുറത്തും ആരെങ്കിലും എന്തെങ്കിലും തെറ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹോസ്റ്റിനെ ഇട്ടിട്ട് പഞ്ചറാക്കുക. തന്നെ ആനസിൽ സെക്സ് ചെയ്യുന്ന പോലെയുള്ള ഫീലിംഗിലൊക്കെ ഒരു റീലൊക്കെ കൊണ്ടുവന്നിട്ടു. ഇതൊക്കെ ആരെങ്കിലും ചെയ്യോ? അങ്ങനെ ഗേ കപ്പിൾ ആയിട്ട് നിന്ന് പിന്നെ ഇങ്ങനെ ഒരു ലേഡി ആയിട്ട്, അതായത് ഈ ട്രാൻസ് വുമൺ ആയിട്ട് എങ്ങനെയാണ് ഒരാൾക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്നത്? ഇതൊരു തരത്തിൽ നിവേദ കാണിക്കുന്ന നാടകമാണെന്ന് തോന്നിയിട്ടില്ലേ? ഒരു സർജറി, ഡൗൺ സർജറിയും ചെയ്തിട്ടില്ല, അപ്പർ സർജറി ഒന്നും ചെയ്യാതെ എങ്ങനെയാണ് ട്രാൻസ്ജെൻഡർ കാർഡ് ഒരാൾക്ക് കിട്ടുന്നത്? ഇത് നമ്മുടെ ഗവൺമെന്റ് എന്താ അറിയോ, നിങ്ങളൊരു സൂപ്പർ സ്റ്റാറാണ്, മീഡിയയിൽ ഇത്രയും ഫോളോവേഴ്സ് ഉണ്ട്, അപ്പൊ അവിടെ പോകുന്ന സമയത്ത് തന്നെ ആൾക്കാർക്ക് എന്തോ അവരെ കാണുന്ന സമയത്ത് തന്നെ എന്തോ വലിയ ഒരു മമ്മൂട്ടിയും മോഹൻലാലും ഇല്ലെങ്കിൽ പിന്നെ ഷീല ചേച്ചിയും ഇല്ലെങ്കിൽ ശോഭനയും വന്ന് നിൽക്കുന്ന പോലെയാണ് അവർക്ക് ഇപ്പൊ ഉള്ള ആൾക്കാർ നോക്കുന്ന സമയത്ത് തോന്നുന്നത്. ഉടനെ എടുത്ത് അവർക്ക് എന്താ വേണ്ട പറഞ്ഞാൽ ഒരു നിൽക്കുന്ന ഈ ഒരു ഫോളോവേഴ്സിന് വേണ്ടിയിട്ടും അവരുടെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് പബ്ലിക്കിൽ ഇട്ടത് കൊണ്ട് 10 പേര് നമ്മളെയും അറിയുന്ന പറഞ്ഞു. ഇതിനു വേണ്ടിയിട്ട് ആൾക്കാർ ഇത്രയും താന്നു പോന്നോ? ഇന്ന് ഞാൻ ഒരു ഇത് കണ്ടപ്പോൾ എൻ്റെ അടുത്ത് പറയണ ഒരു ലോയറേയും അടുത്ത് വെച്ചിട്ട് സംസാരിക്കുകയാണ്, എൻ്റെ കമ്മ്യൂണിറ്റീനെ ഇങ്ങനെ താത്ത് സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, നീ കമ്മ്യൂണിറ്റിയിൽ നീ സ്പ്രെഡ് ചെയ്ത ഇത്രയും ഒരു പൊല്യൂഷൻ ഇന്ന് ഞങ്ങളെ പോലെയുള്ള ആൾക്കാർ ഞങ്ങളൊക്കെ അത് രക്ഷിച്ചും, എന്നെ പോലെ രഞ്ജുമാരെ പോലെ സൂര്യനെ പോലെ എത്രയോ ആൾക്കാർ കേരളത്തിൽ ഞാൻ പറയണ തമിഴ്നാട്ടിലും ആവട്ടെ ഇന്ത്യയിലും ആവട്ടെ എത്രയോ പേരെടുത്ത് കൊണ്ടുവരുന്നത് ആൾക്കാരുടെ ഇടയിൽ ഇതുപോലത്തെ ഒരാൾ ജസ്റ്റ് ബിക്കോസ് എനിക്ക് ഇത്രയും ഫോളോവേഴ്സ് ഉണ്ടെന്നും പറഞ്ഞിട്ട് തോന്നിവാസം വിളിച്ചു പറഞ്ഞിട്ട് എന്നിട്ട് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ വന്ന് ചേർന്നിട്ട് ഒന്നും ചെയ്യാണ്ട് നീ കമ്മ്യൂണിറ്റി ആണെന്നും പറഞ്ഞ് നടന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാവും? നിങ്ങളുടെ വീട്ടിലത്തെ രഹസ്യം, നിങ്ങളുടെ ബെഡ്റൂം രഹസ്യങ്ങൾ ബെഡ്റൂമിൽ തന്നെ വെക്കണം, അല്ലേ? ഒരു ഹസ്ബൻഡ് വൈഫ് ആയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ബെഡ്റൂം നടക്കുന്ന കാര്യം എന്തുകൊണ്ട് അത് പബ്ലിക്കായിട്ട് മറ്റുള്ളവർക്ക് കാണാൻ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഇപ്പോ പിന്നെ മൂൺ ലൈറ്റ് എന്ന് പറയണത് മൂൺ ലൈറ്റ് തന്നെ പോയിട്ട് എല്ലാവർക്കും പബ്ലിക്കായിട്ട് കാണിച്ചൂടെ? ഹണിമൂൺ എന്ന് പറയണത് അതാ പറയണത്, അതൊന്നുകൊണ്ട് ചെയ്യുന്നില്ല. അതിനെല്ലാത്തിനും ഒരു കാമസൂത്ര ബുക്ക് എടുത്തോളൂ. ഇറ്റ്സ് എ ശാസ്ത്രം. എന്തിനാ അത് ചെയ്തത്?
എത്രയോ ആൾക്കാർക്ക് അതിനെ കുറിച്ചിട്ട് അറിവുണ്ടാവില്ല. അപ്പോൾ അത് എങ്ങനെ ചെയ്താൽ എങ്ങനെ ഉണ്ടാവണം, അത് എങ്ങനെ വരും? അന്നത്തെ കാലത്ത് രാജാക്കന്മാരും ഇവർക്കൊക്കെ ഒരു ദാമ്പത്യത്തിൽ ഒരു പെണ്ണുങ്ങളെ എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ള ഒരു സ്ഥലങ്ങളൊക്കെ കാമസൂത്ര ചെയ്യുന്ന പോലെയുള്ള ഒരു സ്ത്രീകളെ അവർ ചെയ്ത് അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത് അവരിന്റെ വൈഫിനെ സന്തോഷപ്പെടുത്തിയിട്ടും അവർ അടുത്ത തലമുറ നന്നായി വരണം എന്ന് പറഞ്ഞിട്ട് അതൊക്കെയാണ് ഈ കാമസൂത്ര എന്ന് പറയുന്നത്. കാമസൂത്രനെ നിങ്ങൾക്ക് തെറ്റായിട്ടും എടുക്കാം. ഇത് അപ്പൊ അങ്ങനെ നോക്കണം തന്നെ ഗുരുവായൂരിലും ഖജുരാഹോയിലും ഒക്കെ നിങ്ങൾ കാണുന്ന ആ ഒരു ചുമരിൽ കൊത്തിവെച്ചിരിക്കുന്ന ശിലകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ കൃഷ്ണൻ ഇരിക്കാനേ പാടില്ല, അല്ലേ? പക്ഷെ അതിന് നമ്മൾ എല്ലാവരും തൊഴാൻ ആൾക്കാരിങ്ങനെ അലകൾ പോലെയല്ലേ വന്നിട്ട് മോദി പിന്നെ കാണാം മോദി എന്ന് പറഞ്ഞാൽ ആ മോദീനെ എടുക്കല്ലേ, ഞാൻ പറഞ്ഞത് മോദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഓടി ചാടി ഗുരുവായൂരിൽ എത്രയും മണിക്കൂർ ഇരുന്നിട്ട് ആൾക്കാർ നോക്കാം. പക്ഷെ ആരെങ്കിലും ഒരാൾ അതിന്റെ മേലത്തെ സ്കൾപ്ചേഴ്സിനെ നോക്കിയിട്ട് ഓ ഈ കൃഷ്ണൻ ഇരിക്കുന്ന സ്ഥലം ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പറയത്തില്ല, അല്ലെ? അപ്പൊ അതുപോലെ തന്നെ ആ ഡിവൈനിറ്റി കൊടുക്കുന്ന മാതിരി ഇന്ന് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോ ഭരതനാട്യം തന്നെ രുക്മിണി ദേവി അതിനെ കൊണ്ടുവരുന്ന സമയത്ത് ഒരു ഡിവൈനായിട്ട് എന്ത് കൊണ്ടുവന്നാണ് ആ സാഹചര്യം അങ്ങനെയായിരുന്നു പണ്ട്. ആക്ച്വലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദേവദാസി എന്ന് പറയുന്നത് ദേവർക്ക് അടിയാറിയിരിക്കുന്നവർ ദാസികളാണ് ദേവർ അടിയാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവന്മാർക്ക് സേവ ചെയ്യുന്ന ആൾക്കാരാണ്. അല്ലാണ്ട് തേവടിയാ എന്നുള്ള ആ വാർത്തനെ മാറ്റി തന്നെ തെറ്റാണ്. എന്നിട്ട് അവരെ നമുക്ക് എല്ലാവരും നമ്മൾ അങ്ങനെയാണ് പറയണത്, തേവടിയാ എന്ന് പറയുന്നുണ്ട്. അത് അങ്ങനെയല്ല. ദേവർക്ക് അടിയാറ് ആണത് നല്ല വാർത്തയാണ്, നല്ല പുനിതമായിട്ടുള്ള വാർത്തകളാണ്. ഇതിനെ നമ്മൾ തെറ്റായിട്ട് മാറ്റി ഉടനെ എത്ര ഇപ്പൊ നമ്മളിപ്പോ നിങ്ങളടുത്ത് മുന്നേ മൈര കൊഞ്ച് കറക്റ്റ് പണ്ണേ തമിഴില് പറയും ഇല്ലേ? മയിരെന്ന് നമ്മുടെ ഭാഷയിൽ മലയാളത്തില് മുടിന്നാണ്. അവളെ തന്നെ അടി പിന്നില്ലേ നമ്മളെ. അപ്പൊ എന്റെ മയിരെ കുറിച്ച് നീ ആരാ പറയാൻ വരത്തില്ലേ? അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരു ചെറിയ ചെറിയ വാർത്തകളേ ഉള്ളൂ. ഇതുപോലെ തന്നെയാണ് സൊസൈറ്റിയിൽ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ. തന്റെ തെറ്റ് മറയ്ക്കാൻ, തന്റെ നുണക്കളെ മറയ്ക്കാൻ മറ്റവരെ ബലിയാടാക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. ഓക്കെ, നിങ്ങളുടെ കൂടെ ഇൻസെക്യൂരിറ്റി. ഇപ്പൊ ഈ പ്രശ്നത്തിനെല്ലാം കാര്യം എന്താണ്? ഇൻസെക്യൂരിറ്റി. തീർച്ചയായും അല്ലേ? തൻ്റെ ആള് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾ കല്യാണം കഴിഞ്ഞു? ഇല്ലല്ലോ. ഇപ്പോ കല്യാണം കഴിഞ്ഞ ഒരാളോട് ഞാൻ പറയുന്ന കാര്യമാണ്, തൻ്റെ ഹസ്ബൻഡിന്റെ മേലെ തനിക്ക് കോൺഫിഡൻറ്റും തൻ്റെ ഭാര്യയുടെ മേലെ തനിക്കും കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ ആ ദാമ്പത്യ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും വരില്ല. എപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്? തനിക്കെന്തെങ്കിലും കുറവുകൾ, തനിക്കെന്തെങ്കിലും സൂക്കട്, സൈക്കട്രിക് പ്രോബ്ലം ഉണ്ടെങ്കിലാണ് സംശയബുദ്ധികൾ. എത്ര മൂവീസ് വന്നിട്ടുണ്ട്, എത്ര കാര്യങ്ങളുണ്ട് ഇല്ലേ? ഇതൊക്കെ മൂവീസും എല്ലാം വന്നിട്ട് നമ്മുടെ ജീവിതത്തിന്റെ ഉള്ളിൽ നിന്ന കാര്യങ്ങളെ ഈ പറഞ്ഞ കഥ എഴുതുന്നവരും എല്ലാവരും ഇപ്പോൾ ജയദേവർ എടുത്തു നോക്കും. ജയദേവർ ഗീതഗോവിന്ദം എഴുതി. ആ സ്ക്രിപ്റ്റ് മുഴുവനും എറോട്ടിക് ഇൻ സംസ്കൃതം. ബട്ട് അത് ദൈവം അത്രയും ഗീതഗോവിന്ദങ്ങൾ വെച്ചതിൽ അതാണ് റിസീവ് ചെയ്തത്. അപ്പോ നിങ്ങൾ പറയണത് സെക്സ് മാത്രം ദൈവം എടുത്തു എന്നാ പറയണ? അല്ല. ആ ഡിവൈനിറ്റി എങ്ങനെ വന്നു പറഞ്ഞാൽ, ഞാനൊരു ഡാൻസ് ഡ്രാമ ചെയ്തു, പേരാണ് പ്രേമദർപ്പണം. പ്രേമദർപ്പണം പറഞ്ഞാൽ പ്രേമത്തിന്റെ ദർപ്പണം. അപ്പൊ ഗീതഗോവിന്ദം എന്ന് പറയുന്ന കൃഷ്ണനും രാധയും ജയദേവരും പത്മാവതിയും ആണ്. ഇവരിന്റെ മിറർ ഇമേജ് ആണ് കൃഷ്ണനും രാധയും. താൻ എന്തൊക്കെ പത്മാവതിയുടെ അടുത്ത് ചെയ്ത കാര്യങ്ങളുണ്ടോ അതൊക്കെ തന്നെയാണ് ആ ഗീതഗോവിന്ദത്തിൽ താൻ എഴുതിയത്. എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഒരു സ്ത്രീകളുടെ വിഹാരങ്ങളും അവർ ചെയ്യുന്ന പല കാര്യങ്ങളും എങ്ങനെ മനസ്സിലാവും ഒരു ആണിന്? അല്ലേ? ഇപ്പൊ ഒരു നാക്കഡ് ബോഡി എന്ന് പറയുന്നത് നമ്മളിപ്പോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഹസ്ബൻഡ് വൈഫിന്റെ ഉള്ളിൽ ദേ ക്യാൻ ബി നേക്കഡ്. വൈ? ട്രാൻസ്പെറൻസി അല്ലേ? ഇതെങ്ങനെ വരും? കോൺഫിഡൻസ്. എക്സാക്ട്ലി അല്ലെ? ഈ കോൺഫിഡൻറ്റ് വരാൻ എത്ര ഒരു മനസ്സിൽ ഗട്ടി വേണം. ഒരു നേരം ഒരു ബ്ലൗസ് മാറ്റാനോ ഹസ്ബൻഡിന്റെ മുമ്പിൽ ഞങ്ങൾ ആ റൂമ് പോ, ഞാൻ മാറ്റാൻ പോട്ടെ എന്ന് പറയൂ ആരെങ്കിലും? ഇല്ലേ? അത് ഒരു കുട്ടികൾക്ക് മാറ്റണമെങ്കിലും കൂടിയിട്ട് ഇപ്പൊ ഹസ്ബൻഡ് വൈഫിന്റെ ഉള്ളിൽ തന്നെ ഹസ്ബൻഡ് വന്നിട്ട് മുണ്ട് മാറ്റുന്ന സമയത്തും ഇതെല്ലാം ആര് നാണക്കേട്? അതാണ് ഒരു ജീവിതത്തിൽ നമ്മൾക്ക് കിട്ടുന്ന. ഇപ്പൊ ഒന്നും വേണ്ട,
ഹസ്ബൻഡിന് സുഖമില്ലാണ്ട് കിടന്ന അയാളുടെ മലമൂത്രമൊക്കെ എടുത്ത് വൃത്തിയാക്കുന്ന സമയത്ത് അവിടെ ആ ഭാര്യ അങ്ങനെ എന്തെങ്കിലും വിചാരിക്കുകയോ? ഒരു കുട്ടീനെ പോലെയല്ലേ വിചാരിക്കുന്നുള്ളൂ ഹസ്ബൻഡിനെ. ആ സമയത്ത് അവിടെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ തെറ്റായിട്ട് നോക്കുന്നുണ്ടോ? അതേ തന്നെ ഒരു ഭാര്യയ്ക്ക് ചെയ്യുന്ന സമയത്തും ഹസ്ബൻഡ് അങ്ങനെ വിചാരിക്കുവോ? ഇല്ല. ഇല്ല. അപ്പൊ അതൊക്കെയല്ലേ ഒരു ഡിവൈനിറ്റി. എക്സാക്ട്ലി. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ട്രാൻസ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ആൾ കമ്മ്യൂണിറ്റീനെയും വെച്ചിട്ട് ഞങ്ങള് സ്ട്രീറ്റിലേ നിൽക്കത്തുള്ളൂ, സെക്സിന് മാത്രമേ ഇതുള്ളൂ, അതിന് മാത്രമേ ഉള്ളൂ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറെ ആൾക്കാര് വേഷം കെട്ടിയിട്ട് അതാ പറയുന്നത് ഇവിടെ കൊടുക്കുന്ന ബെനിഫിറ്റ്സിനെ എങ്ങനെയാണ് അവര് അതിനെ ലാഭകരമാക്കുക എന്ന് നോക്കിയിട്ടാണ് ഈ ആൾക്കാർ മുഴുവൻ. അതിന് ലൂസ് പോൾ എവിടെയാണ്? ഇപ്പൊ സിംഗപ്പൂരില് ഒരു കാരണവശാലും ആർക്കും ക്ലീൻ സിറ്റി എന്തുകൊണ്ട് വന്നു? ആദ്യം ചെയ്തു ഇവിടെ പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ $3000 ഫൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവനെങ്കിലും അവിടെ ഇടുവോ? ഒരിക്കലും. ഇട്ടവൻ കൂടി എടുത്തുകൊണ്ട് ഇട്ടിട്ട് ഓടിപ്പോ ഇല്ലേ? അതുപോലെ ഫൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ആദ്യം സിംഗപ്പൂരിൽ ചെയ്തത്. ച്യൂയിങ്കം ഇല്ല. എന്തുകൊണ്ടാണ്? പട്ടാസില്ല. പട്ടാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എന്താണ് പറയാ പടക്കങ്ങളില്ല. എന്തുകൊണ്ടാണ്? എത്രയോ വീടുകൾ അരിഞ്ഞു പോയി. ഇതെല്ലാം അങ്ങനത്തെ ഒരു ഗവൺമെന്റ് അതിന് പൂർണ്ണമായിട്ടുള്ള ഒരു സ്റ്റോഞ്ച് റൂൾ കൊണ്ടുവന്ന ആര് ചെയ്യും? ചെയ്യില്ല. ഇന്ന് ക്യാമറകൾ മുക്കിലും മൂലയിൽ ഇട്ടിട്ട് എല്ലാവർക്കും ഇതെടുത്ത് ഫൈന് വരാൻ തുടങ്ങിയപ്പോ എല്ലാരും ഹെൽമെറ്റ് ഇട്ടിട്ട് പോകുന്നില്ലേ? ഉണ്ട്. അത് മാത്രം എങ്ങനെ? അതുപോലെ തന്നെ ഈ കാര്യത്തിലും നിങ്ങൾ അവിടെ അതിനുള്ള അപ്പോയിന്റ്മെന്റ് കൊടുക്കണം. ഇപ്പൊ രഞ്ജുമാര് 2017 ദ്വയ തുടങ്ങുന്ന സമയത്ത് ആദ്യം എന്നെ വിളിച്ചു. ഏഷ്യാനെറ്റിന്റെ ഇതിൽ കണ്ടിട്ട് മാലിക എന്റെ ഫ്രണ്ടാണ്, ഞങ്ങൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ്, നന്നായിട്ട് അറിയും. അപ്പൊ എന്നെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ആരാണ് നിങ്ങളുടെ പാനലിലുള്ളത്, ആൾക്കാരായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു രഞ്ജു നീ പാനൽ സൃഷ്ടിക്കാം, ആണുങ്ങളും പെണ്ണുങ്ങളും മാത്രം ഇരുന്ന ട്രാൻസ്ജെൻഡറിനെ എങ്ങനെ അവർ ജഡ്ജ് ചെയ്യും? അത് തെറ്റാണ്. ഒരു ട്രാൻസ്ജെൻഡർ എങ്കിലും ഇരിക്കണം. അപ്പൊ അവള് പറഞ്ഞു നീ ഇരിക്കി, നീയല്ല ഇതിലെല്ലാം കഴിഞ്ഞ് തികഞ്ഞിരിക്കുന്നു പറഞ്ഞിട്ട് എന്നെ ഇരുത്തി. ഫസ്റ്റ് ഓപ്പണിംഗ് ഡാൻസ് ഞാനാണ് ചെയ്തത്. എൻ്റെ കൂടെ തനിയെ ഓപ്പണിംഗ് ചെയ്താലും അന്ന് ആ വീഡിയോ ഒന്നും ഉണ്ട്, നിങ്ങൾ പോയി നോക്കൂ. മിനിസ്റ്ററും എല്ലാവരും ചോദിച്ചു അത്ര ഇതാരാണ് ശരിക്കും ഡാൻസ് ആണോ ചോദിച്ച ആൾക്കാർ ആണ്. അന്ന് ഞാൻ വന്നപ്പോൾ എന്നെ ആരും ഐഡന്റിഫൈ ചെയ്യില്ല. ഒരു മീഡിയം എന്നെ ഇന്റർവ്യൂ ചെയ്തില്ല. എല്ലാവരും വിചാരിച്ചു ഞാൻ ചെന്നൈയിൽ വന്ന ഒരു ഡാൻസർ ആണെന്ന് പറഞ്ഞിട്ട് എന്നെ എല്ലാവരും ട്രാൻസ്. അതാണ് എനിക്ക് താടി മീശയോ അങ്ങനത്തെ ഉള്ള ഒരു ലുക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അന്നത്തെ കാലത്ത് കേരളത്തില് എല്ലാവർക്കും എന്താ പറയുക, ഇതുപോലത്തെ റഫ് ലുക്ക് വേണം. ഇപ്പോ റീസെന്റ് ആയിട്ട് ഒരു മോഹൻലാലിന്റെ ഒരു മൂവിയിൽ ഒരു ഇത് വന്നില്ലേ, എന്താണ് പരശുരാജ്, എന്ത് രാജാണ് അല്ല ഇപ്പൊ എന്ത് മൂവിയാ വന്നത്? ഒരു ട്രാൻസിന് നമ്മുടെ സഞ്ജന നടിച്ച ഒരു മൂവി ഞാൻ കണ്ടിട്ടില്ല. മോഹൻലാലിന്റെ ഒരു പഴങ്കാലത്തെ ഒരു മൂവിയിൽ അതിൽ വില്ലിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ ആ റോളിന് വേണ്ടി ഞങ്ങളുടെ അടുത്തും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെയൊക്കെ റിജക്ട് ചെയ്തു. അതുകൊണ്ട് ടു ലുക്ക് ലൈക്ക് വിമൻ. സോ വി വാണ്ട് ദറ്റ് ആ ഒരു ഡ്രഗഡ് അങ്ങനത്തെ താടി മീശിയും അങ്ങനത്തെ ഒരു കുറച്ച് ഫുൾ ഫിനിഷ്ഡ് ആയിട്ട് ഒരാൾ വേണ്ടെന്നാണ് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് എത്രയോ നല്ല നല്ല ആൾക്കാർ എല്ലാവരും അവര് വേണ്ടെന്ന് പറഞ്ഞിട്ട് സഞ്ജനയ്ക്ക് കൊടുത്തത്. അത് ആ സൂട്ടബിൾ ആയിട്ടുള്ള റോളിന് അവർക്ക് അറിയും. അത് ഡയറക്ടറിന്റെ വിഷയമാണ് അല്ലേ? അത് നമ്മളെങ്ങനെ തെറ്റായിട്ട് അപ്പൊ എനിക്ക് തരാത്തത് കൊണ്ട് എന്നെ കട്ടി നീ ബെറ്റർ ആണോ, നിന്നെ കട്ടി ഞാൻ ബെറ്റർ ആണോ അങ്ങനെ പറയാൻ പാടില്ല. പിന്നെ എന്തിനും നമ്മൾ അസൂയപ്പെടണം ഒരാൾ? ഞാൻ ചോദിക്കട്ടെ, എനിക്കിപ്പോ എന്തില്ല കുട്ടി ഞാൻ ആരെ കണ്ടിട്ട് അസൂയപ്പെടണം? ഈ പറഞ്ഞ യങ്സ്റ്റേഴ്സ് ആൾക്കാർ പലതിലും പറയാണ് അവർക്കൊക്കെ ഞങ്ങളുടെ അടുത്ത് പിന്നെ അപ്പൊ ഞാനിപ്പോ എത്ര ആർത്ത് കളിക്കണം? എന്റെ ആള് ജർമ്മനാണ്. എത്ര നല്ല എത്രയോ വലിയ നാട്ടിലത്തെ എത്രയോ വൈറ്റ് മാൻ ആണ്. ആരും ആശപ്പെടുന്നതും എല്ലാവർക്കും വേണം എന്ന് വിചാരിക്കുന്ന ഒരു നമ്മുടെ കമ്മ്യൂണിറ്റി എനിക്കും അറിയാം. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരാളുണ്ടാവുന്ന സമയത്ത് ഞാൻ അയാളെ ഒരു സ്ഥലത്തും കാണിച്ചിട്ടില്ല, അയാളിനെ ഒരു സ്ഥലത്തും ഞാൻ എക്സ്പോസ് ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ ഉണ്ടെന്നും കൂടി ഞാൻ ആരോടും പറയാറുമില്ല. ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട് പറയും, ഇല്ല എന്ന് പറഞ്ഞാൽ ഞാനില്ല പറയും. എന്തുകൊണ്ടാണ് അയാളുടെ കൂടെ ഞാൻ 14 വർഷം ഇന്ന് എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ജീവിച്ച് കാണിക്കണം. എന്നിട്ട് വേണം നമ്മൾ പോയി മറ്റുള്ളവർക്ക് വേണ്ടി ശണ്ട ഓടാൻ. പിടിച്ച് അടിച്ച് മോന്തയൊക്കെ ഉടച്ച് എല്ലാം ചെയ്ത് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ആണായിട്ട് ഇവിടെ ഇപ്പൊ നിങ്ങളുടെ എനിക്ക് ആണായിട്ട് ചോദിക്കാൻ പറ്റില്ല. ഇപ്പൊ ക്യാമറമാൻ ഇവിടെ നിൽക്കുന്നുണ്ട്, നിങ്ങളൊന്ന് പറയൂ, നിങ്ങളെ ഏതെങ്കിലും ഒരു പെണ്ണ്, നിങ്ങൾ സ്നേഹിക്കുന്ന പെണ്ണ് നിങ്ങളെ ഇട്ടിട്ട് നല്ല വ്ളാസി അടി മൂന്തയൊക്കെ അടിച്ച് ഉടച്ച് എല്ലാം ചെയ്ത് നിങ്ങളെ കെട്ടി ചീത്തയൊക്കെ പറഞ്ഞിട്ട് എല്ലാം ചെയ്ത് നിങ്ങൾ തിരിച്ചു പോവോ? അവരുടെ അടുത്തേക്ക് പോവോ? ഒരാണായിട്ട് നിൽക്കുന്ന നിങ്ങൾ പോവോ? പോവില്ലല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇങ്ങനെ ഒരാള് അപ്പൊ എന്നെ പറയാൻ പാടില്ല.
സൊസൈറ്റിയിൽ നിന്ന് നീ കേസ് കൊടുക്കാൻ പോണെന്ന് പറയുന്നുണ്ട്. കേസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്തിനെ കൊണ്ടുവന്ന് ഈ സൊസൈറ്റിയിലും പബ്ലിക്കിലേക്ക് കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ, ഇപ്പൊ സിനിമയിലും എല്ലാത്തിലും പലതും നമ്മൾ കാണുന്നുണ്ട് ഇല്ലേ? ഇപ്പൊ സിനിമയിലും ഇതിനെ കുറിച്ചിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ജയസൂര്യ സിംഗപ്പൂർ വന്ന് എന്റെ ഫോൺ നമ്പർ എടുത്ത് എന്നെ വിളിച്ചു. എന്തിനാ പറഞ്ഞാൽ ഞാൻ റെസ്പെക്റ്റബിൾ ആയിട്ട് ഒരു ട്രാൻസ്ജെൻഡർ സിംഗപ്പൂരിൽ ഉണ്ടെന്നും പറഞ്ഞിട്ട് എനിക്ക് നിങ്ങളെ കുറിച്ച് അതിന്റെ ഇൻഫർമേഷൻ വേണം, നിങ്ങൾ എങ്ങനെയാണെന്നൊക്കെ. സി ദാറ്റ് ഈസ് എഡ്യൂക്കേഷൻ. ദാറ്റ് ഈസ് ഒരു ആക്ടർ ചെയ്യുന്ന തന്റെ ഇത് ചെയ്തുകൊണ്ട്. ഞാൻ ഇവിടെ വന്നിരുന്നു പ്രവ്യൂവിന്, പക്ഷെ എന്നെ ആരും ചുറ്റും വരാൻ നിന്നില്ല. പക്ഷെ ആ മൂവിക്ക് അവാർഡ് കിട്ടി. ഞാൻ പറയുകയും ചെയ്തു, ഞാൻ വരുന്ന സമയത്തെ പറഞ്ഞു നിങ്ങൾക്ക് നാഷണൽ അവാർഡ് കിട്ടി. ഈ ഗോട്ട് ഇറ്റ്. ബെസ്റ്റ് ആക്ടർ അവാർഡും കിട്ടി, എല്ലാം ചെയ്തു. അത്രയും ആള് അതിന് വേണ്ടിയിട്ട് ആൾക്കാരോട് നമ്മൾ അതാണ് വേണ്ടത്. ചെയ്യുന്ന കാര്യത്തിൽ ഒരു സിൻസിയാരിറ്റി വേണം. അല്ലാണ്ട് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പെണ്ണായിട്ടും വേഷം കെട്ടിയിട്ടും ലിപ്സ്റ്റിക് ഇട്ടിട്ടും കുറെ ഡ്രസ്സ് ഇട്ടതും കൊണ്ടും പിന്നെ ഈ മറ്റുള്ളവർ പറയാൻ കേൾക്കാൻ റെഡി ആയിരിക്കണം. തെറ്റുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്ത് സോറി പറഞ്ഞിട്ട് അത് അടുത്ത ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് റെസ്പെക്റ്റ്. താന്നത് കൊണ്ട് നമ്മുടെ ഒന്നും ബഹുമാനം എത്രയും താഴ്ന്നോ അത്രയും നിങ്ങൾക്ക് നല്ലതാണ്. അഹങ്കരിച്ചിട്ട് എന്നെ ഇങ്ങനെ പറയാൻ പറ്റും? ശരി, ഇപ്പൊ ഞങ്ങൾക്ക് ഇത്രയും കാലം ഇവിടെ ഞങ്ങൾ ഇരുന്നിട്ടുണ്ട്, ഞങ്ങൾ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, ഞങ്ങൾ ആരും അങ്ങനെയൊന്നും ഞങ്ങൾ ട്രോൾ ചെയ്യാറില്ലല്ലോ. അപ്പം ഈ ഗേ കപ്പിൾ ആയിരുന്നിട്ട് പിന്നെ എങ്ങനെയാണ് ഒരു വുമൺ ആയിട്ട് ഒരാൾക്ക് മാറാൻ വേണ്ടി പറ്റുന്നത്? അതിന്റെ ലോജിക്ക് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അത് ഇത്രയും അറിവുള്ള ഒരാളായതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഇപ്പൊ ഞാനൊരു കാര്യം പറയാം. ഗേ കപ്പിളായിട്ട് ജീവിക്കാം. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ എടുക്കാം. നമ്മുടെ ഭദ്ര ഒരു നല്ല ടീച്ചറാണ്, ഡാൻസ് ടീച്ചറാണ്, എന്നെ പോലെ ഒരു ക്ലാസിക്കൽ ഡാൻസറാണ്. അവർ എൻ്റെ അടുത്ത് ഒരുപാട് അഡ്വൈസുകൾ നല്ല പദ്യത്തിൽ ചോദിച്ചിട്ട് എൻ്റെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് ഈ ആർട്ടും വേണം, എനിക്ക് ജീവിക്കുകയും വേണം, പക്ഷെ എൻ്റെ പാർട്ട്ണറെ എനിക്ക് വിടാനും പറ്റില്ല. പക്ഷെ എനിക്ക് അയാളെയും കൂട്ടിയിട്ട് എല്ലാവരും. അപ്പോൾ എൻ്റെ അടുത്ത് ആക്ച്വലി ഒരു കോൺവെർസേഷനിൽ എന്നോട് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അയ്യോ ഞാനിങ്ങനെ സാരിയെ കൊടുത്തിട്ട് വന്നിരുന്ന് പബ്ലിക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ചേട്ടന് ഒരു കെട്ട പേര് വരത്തില്ലേ? അവർ ഗേ കപ്പിൾസ് തന്നെയാണ് ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. അപ്പം ഞാൻ പറഞ്ഞു, പിന്നെന്തിനാ നീ വന്നിട്ട് പെണ്ണാവാൻ നീ നോക്കുന്നത്? അപ്പം ഇങ്ങനെ തന്നെ ഇരിക്കേ, പെണ്ണാവും വേണം, എന്നിട്ട് എൻ്റെ മറ്റാൾക്ക് തരാം. ഞാൻ പറഞ്ഞു, നിന്നെ ആദ്യം നീ പ്യുവറായിട്ട് നീ നിന്റെ ആൾക്കാരും നിന്റെ പാരൻസിൻ്റെ അടുത്തും നീ കാണിച്ചിട്ട് നീ പൂർണ്ണമായിട്ട് പെണ്ണായിട്ട് മാറ്. എന്നിട്ട് അത് എൻ്റെ ഹസ്ബൻഡാണെന്ന് പറഞ്ഞു നോക്കുന്നു, എനിക്ക് തനിയെന്ന് എനിക്ക് റെസ്പെക്റ്റ് വരും. അത് പത്ര ചെയ്തു. ഇന്ന് അവർക്ക് എന്ത് റെസ്പെക്റ്റാണ് ഇന്ന് ആ ഒരു നാട്ടിൽ. അപ്പം ഞാൻ പറഞ്ഞു, സത്യം മാലിക നീ പറഞ്ഞ കാര്യം ഇതാണ്. അതേപോലെ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം. ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു സിംഗപ്പൂരിൽ. അപ്പോൾ എങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർക്കും ഓപ്പോസിറ്റ് ഇവരെന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടായിരുന്നു ആർഗ്യൂ പോകുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് ഇരുന്ന ഒരാൾ പറഞ്ഞു, ഇന്ന് മാലിക പണിക്കർ ഒരു ഡാൻസ് ടീച്ചറായിട്ട് ഇരുന്നിട്ട് ഒരു നല്ല പേരും ഇതും സൊസൈറ്റിക്ക് കൊണ്ടുവരുന്നുണ്ട്, അങ്ങനെയും ജീവിക്കാമല്ലോ. ഇപ്പൊ സെക്സ് വർക്ക് ചെയ്തിട്ട് തന്നെ ജീവിക്കണം എന്ന് അങ്ങനെ നിർബന്ധമില്ലല്ലോ എന്നൊരു വാർത്ത പറഞ്ഞതോടെ ഇന്ന് സിംഗപ്പൂരിൽ എല്ലാ പാരൻസും തൻ്റെ ഇതുപോലത്തെ കുട്ടികളെ അവരെന്നെ ഓപ്പറേഷൻ ചെയ്ത് അവരെന്നെ പഠിപ്പിച്ച് അവരെന്നെ വീടോടെ വെച്ച്. അപ്പം എന്താ പറയുക, അത്രയും നല്ലൊരു കാര്യമാണ് നടന്നത്. അപ്പം ഞാൻ സൊസൈറ്റിയിൽ നല്ലത് കൊണ്ട് കാണിച്ചു കൊടുക്കണം. ഇത് മീഡിയ വഴിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മീഡിയ ക്യാൻ സ്പ്രെഡ് ഗുഡ് ഓൾസോ ബാഡ്. അപ്പൊ ആൾക്കാർ ഈ പറഞ്ഞ കുഗ്രാമത്തിൽ ഇപ്പൊ ഈ പറഞ്ഞ ഇപ്പം എന്തെടുത്ത് തുറന്നു നോക്കിയാലും ഇങ്ങനെ ഒരാളിൻ്റെ തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ അതന്നെയല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ വരുന്ന ഈ റോങ് ഇൻഫർമേഷൻസ് ആണ് മുമ്പിൽ പോകുന്നത്. അപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലവരും പറയാനല്ലോ, ഇവരെല്ലാവരും എല്ലാവരും ചീത്ത പറയും, ഇവർക്ക് അതന്നെ അറിയുള്ളൂ, എല്ലാവരും വായിൽ വന്നത് പറയും, അത് ചെയ്യും, ഇത് ചെയ്യുന്ന. അത് സത്യമല്ല. ഭിക്ഷ എടുക്കാൻ പോകുന്നുണ്ട്, ഇപ്പൊ തട്ടിപ്പിടുങ്ങുന്നു എന്നൊക്കെ പറയണ്ട, അതിൽ പകുതി പേരും ഫേക്ക് ആൾക്കാരാണ്. ഇപ്പൊ പിച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് പിച്ചക്കാർ എത്ര പേര് കോടീശ്വരന്മാരുണ്ട്. അപ്പൊ അവരൊക്കെ എങ്ങനെ കോടീശ്വരന്മാരായി? ഇതുപോലെ ഫേക്ക് കാണിച്ചിട്ടും മറ്റുള്ളവരെ പിന്നെ ഇതൊക്കെ ചെയ്തിട്ട് തന്നെയല്ലേ. അതേപോലെ തന്നെയാണ് ഇതിലും കുറെ ഫേക്കുകളുണ്ട്. അപ്പൊ അത് നിയന്ത്രിക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്താ അറിയും, സിംഗപ്പൂരൊക്കെ ഒരു ചെറിയ കൺട്രിയാണ്, നമ്മുടെ പോപ്പുലേഷൻ കമ്മി ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇന്ത്യ ഒരു ബിഗ് കൺട്രിയാണ്. അതിൽ ഇത്രയും വൈഡറായിട്ട് എല്ലാവരെയും നമുക്ക് ഇത് ചെയ്യണം. പിന്നെ ഒരു
നമ്മുടെ സൊസൈറ്റി തന്നെ പിന്നെ പൊളിറ്റീഷ്യൻ തന്നെ എന്താണ്? ഇറ്റ്സ് നോട്ട് കമ്മ്യൂണിസ്റ്റ് മാത്രമല്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് കൺട്രിയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കൊറിയയിലെ കാര്യങ്ങൾ എങ്ങനെ ചെയ്യോ? അത്രയേ ഉള്ളൂ. ഷുട്ട് അല്ലേ? ഇപ്പൊ ചൈനയിലാണെങ്കിലും കൂടി ദേ വെരി സ്ട്രിക്റ്റ് അല്ലേ? ബട്ട് ഇതുപോലെ ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആയതുകൊണ്ട് എല്ലാവർക്കും അവർ വോയിസ് അവർ പറയാന്ന് പറഞ്ഞു. പക്ഷെ ഇത്ര വലിയൊരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ ഈ പറഞ്ഞ അംഗീകാരം കൊടുത്ത് തന്നെ ഈ കാലഘട്ടത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി നോക്കിയിട്ടെങ്കിൽ നമ്മളാണ് ഈ സൊസൈറ്റി മുഴുവനും കൊണ്ടുവന്ന് ഇജിഡ പെണ്ണൊക്കെ എത്രയോ കാലത്തിൽ 300 വർഷം മുമ്പിൽ അക്ബർ പിന്നെ തൻ്റെ സൊസൈറ്റിയിൽ അവർക്ക് മര്യാദ കൊടുത്തിട്ട് അവർക്ക് ചെയ്യേണ്ടതൊക്കെ ചെയ്തു. പക്ഷെ നമ്മുടെ ഗവൺമെന്റ് അപ്പൊ അത് ചെയ്തില്ലല്ലോ. ഇപ്പൊ എത്രത്തോളം നമ്മുടെ ഗാന്ധിജി പറഞ്ഞ ഒരു വാർത്ത കൊണ്ടല്ലേ നമ്മുടെ എത്രയോ താന്നവരെന്ന് പറയുന്നവര്. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നുമില്ല. താന്ന ആൾക്കാർക്ക് അവര് നല്ല ഒരു പൊസിഷൻ കൊടുക്കണം പറഞ്ഞിട്ട് ഇന്ന് അവർക്ക് ഇന്ന് എല്ലാത്തിലും നമ്പർ 1 പ്രയോറിറ്റി കിട്ടുന്ന പോലെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിന്റെ ഉള്ളിലും കാര്യങ്ങൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കും. അപ്പൊ ആരും ഈ തെറ്റ് ചെയ്യില്ല. പിന്നെ ഈ കോർട്ടിൽ പോയി നിന്നിട്ട് വെറുതെ പറച്ചിലും ഹൈക്കോർട്ടിലും പിന്നെ സുപ്രീം കോർട്ടിലും പോയിട്ട് നിൽക്കേണ്ട ഒരാവശ്യം ആർക്കും ഇല്ല. ഓക്കെ, ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇപ്പൊ ഈ ഒരു കമ്മ്യൂണിറ്റിയില് ഇപ്പം ജാസി പറയുന്ന കേസ് മുസ്ലിം ആയതുകൊണ്ടാണ് എനിക്ക് നല്ലൊരു ചുള്ളൻ ചെക്കൻ, എപ്പോഴും പറയുന്ന ഒരു ഇതാണ്, എന്റെ കൂടെ ഒരു സുന്ദരൻ ചെക്കൻ ഉള്ളത് കൊണ്ടാണ്, അസൂയ കൊണ്ടാണ് എല്ലാരും എന്നെ ഇങ്ങനെ ക്രൂശിക്കുന്നെന്നുള്ളത്. ഇപ്പൊ മുസ്ലിം ആയതുകൊണ്ടാന്ന് പറയുമ്പോൾ എനിക്ക് അവിടെ ജാസിയെ തെറ്റ് പറയേണ്ടി വരും. കാരണം കമ്മ്യൂണിറ്റിയിലെ വേറെ ആളുകളും നമ്മുടെ നാട്ടിലുണ്ട്, ആരും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ഇവിടെ ജാസിന്റെ ഒരു കേസ് എടുത്ത് നോക്കാന്നുണ്ടെങ്കിൽ ഫഹദ് ആണെങ്കിലും നന്ദിനി ആണെങ്കിലും ഈ 2 വ്യക്തികളെ എപ്പോ നോക്കിക്കഴിഞ്ഞാലും, പിന്നെ ഇബ്രൂട്ടൻ, അങ്ങനെ കുറെ പേജസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജാസിനെ ഏതറ്റം വരെ ഇതാക്കാവോ. ജാസി എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അതിന് മറുപടി വീഡിയോ ആയിട്ട് ഈ 3 ആളുകൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകൾ വരും. ഇപ്പൊ ഈ കേസ് കൊടുത്തു എന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ നോക്കുമ്പോൾ ഞാൻ വിചാരിച്ച കേസ് കൊടുത്തു തന്നെ പലരും അനങ്ങാതിരിക്കുന്നു. കുറെ പേര് പറയുന്നു നമ്മളൊരു ഡെമോക്രാറ്റിക് കൺട്രിയിലാണ് ജാസി ജീവിക്കുന്നത്, നിന്നെ ഞങ്ങൾക്ക് എന്തും പറയാന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളുകയാണ് ചെയ്യുന്നത്. കൂടെ ആ നിന്ന വക്കീലിനെ വരെ കളിയാക്കുകയാണ് ചെയ്തത്. അപ്പം ജാസിനെ ഈ പറയുന്ന ആളുകൾ, ഇപ്പൊ ഫഹദ് നന്ദിനിയാണ് കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാനുണ്ടാവുന്ന കാരണം എന്താണെന്നാണ് മാലിക എന്ന് പറയുന്ന വ്യക്തിക്ക് തോന്നിയിട്ടുള്ളത്. ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്? ഈ പറയുന്ന ജാസി അങ്ങനെയാണ് പറയുന്നത്. അല്ല, അത് ജാസി പറയണത്. ഞാൻ പറയുന്നത് ആരെയാണ് ടാർഗറ്റ് ചെയ്യണത്. ഞാൻ ചോദിക്കട്ടെ, ഈ ആശിക്ക് അടി വാങ്ങിയിട്ട് അഭയം തേടിയിട്ട് ഓടിയത് നന്ദിയുടെ പിന്നല്ലേ അല്ലേ? നന്ദിനിയുടെ കൂടെ പോയിട്ട് പിന്നെ അതിനൊരു റിപ്ലൈയും ചെയ്തു, ഞങ്ങളതൊക്കെ വെറുതെ ആയതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് ചേർന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ നാടകങ്ങളൊക്കെ എന്തിനാണ് ഇതിനെ കൊണ്ടൊന്ന് ഇടാൻ വന്നതും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞതും ഇതൊക്കെ ഞങ്ങൾക്ക് എങ്ങനെ അറിഞ്ഞു? സമൂഹത്തിനും ഞങ്ങൾക്കും നിങ്ങൾക്കും ഇന്ന് ഈ ട്രോൾ ചെയ്യാൻ വരുന്നതിന് നിങ്ങളല്ലേ അതിനെല്ലാത്തിനും കമ്മ്യൂണിറ്റിയിൽ കൊണ്ടുവന്നിട്ട്. ഇപ്പൊ നന്ദിനി എന്ന് പറഞ്ഞൊരു പെണ്ണ്, അവൾ അവിടെ ബാർ നടത്തിക്കൊണ്ടിരിക്കുക, അത് അവളുടെ തൊഴിലാണ്. ആരും അത് ചെയ്യണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ മട്ടൻ വെക്കുന്നവര് പിന്നെ മാംസത്തിനെ അടിച്ചു കൊല്ലുന്നു എന്ന് പറഞ്ഞിട്ട് അയാള് കൊലകാലിയാവോ? ഇല്ല, അയാളുടെ ജോലി ചെയ്യുന്നു. കോഴി കൊല്ലുന്നവര്, മീൻ വെക്കുന്നവര് എല്ലാവരും അവരൊരു തൊഴിലാണ്. അപ്പോൾ അത് അവരുടെ ഒരു ഇതാണ്. ഡാൻസ് ബാർ വെച്ചത് കൊണ്ട് അവിടെ ഉള്ളവർ ആൾക്കാരെല്ലാവരും പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യണോ അത് ചെയ്യണമെന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ അത്രയും പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന ആളിന് ആശി എന്തിനങ്ങോട്ട് പോയി? അവൻ തന്നെയല്ലേ അവിടെ പോയത്. ഫ്രണ്ട്ഷിപ്പ് വെച്ചതും ഇവരാണ്. ഇതേ ഇതിൽ ഞാൻ കേട്ടിട്ടുമുണ്ട്. പിന്നെ ഇതേ ജാസി വന്നിട്ട് എന്നെയും ഒരു ബാർ ഡാൻസറായിട്ട് കയറ്റാം. അവിടുത്തെ റൂൾ പ്രകാരം നീ ആണായിട്ട് താഴത്ത് ടിങ് ടോങ്ങും വെച്ചിട്ട് ഓടാൻ വെച്ചിട്ട് അവിടെ പോയിട്ട് നിന്നെ അവിടെ പോയി എഴുത്തിട്ടുണ്ടെങ്കിൽ അവര് ബാർ എടുത്ത് പൂട്ടും. അത് ലോന് എഗൻസ്റ്റ് ആണ്. നിന്നോട് പെർഫ്യൂം വെക്കാൻ വേണ്ടിയിട്ട് പെണ്ണിന്റെ ഡ്രസ്സ് ഇട്ടിട്ട് ആര് പോയിട്ട് പെണ്ണിന്റെ കൈ തുടങ്ങാൻ പോയി? അപ്പോൾ ജയിലിൽ ഇട്ടത് എന്തിനാണെന്നുള്ളത് നോക്കണം. ശരി, ലുലുവിന്റെ കാര്യമൊക്കെ വിടും, അതൊക്കെ ഞാൻ അത്രയും എല്ലാവരും കാണുന്നുകൊണ്ട് ഞാൻ പറയണം. നന്ദിനി എന്ന് പറയുന്ന ഒരാൾ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിച്ചവളാണ്. സ്വന്തം അച്ഛനെ തന്നെ റേപ്പ് ചെയ്യാനും തൻ്റെ ബ്രദേഴ്സിനെ പിന്നെ എല്ലാം തള്ളി നിർത്താനും ഇങ്ങനത്തെ ഒരു കാര്യം, താൻ അതിൽ ഒരു ബലിയാടായിട്ടിരുന്ന ഒരു ആളായിരുന്നു. അപ്പൊ അവർക്ക് ഇതുപോലെ ഒരു കമ്മ്യൂണിറ്റിയിൽ വന്ന ആൾ, പാവം ആ ചെക്കനായനോ, അവനെ സഹായിക്കാൻ വേണ്ടി പോയതാണ്. അതിനു വേണ്ടി പറഞ്ഞ തെറികളും കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫഹദിനെ കുറിച്ചിട്ട് ഞാനിതിപ്പോ എല്ലാം സ്റ്റഡി ചെയ്തത്, ഞാൻ ഒരാളെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത് ഓപ്പോസിറ്റും പോയി നോക്കണം. നമ്മളെപ്പോഴും ഒരു സൈഡ് മാത്രം സംസാരിക്കാൻ പാടില്ല, 2 സൈഡ്. അപ്പൊ ഞാനിത് റിസർച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ അറിഞ്ഞതിൽ ഫഹദ് വന്നിട്ട് അവരും ഒരു ഓർഫനേജിൽ ഉണ്ടായിരുന്ന ഒരു പെണ്ണിനാണ് അവർ തൻ്റെ ജീവിതത്തിൽ ഒരു ഭാര്യയായിട്ട് എടുത്തു വച്ചിരിക്കുന്നത്.
എത്ര പേർക്ക് അത്ര മനസ്സ് വരും? ഒരു ദുബായിൽ ഇത്രയും സമ്പാദിക്കുന്ന ഒരാൾ ഇങ്ങനെ ചെയ്യോ? ഇല്ല, ചെയ്യില്ലല്ലോ. അപ്പോ അയാളൊക്കെ അടുത്ത് ഒരു അമ്മ വന്നിട്ട് ഇതുപോലെ ചോദിക്കുന്നു, എൻ്റെ കുട്ടീനെ ഒന്ന് തരുമോ? ഏതമ്മ ചോദിക്കില്ല. ഇപ്പൊ ഞാൻ തന്നെ, എൻ്റെ അമ്മ ജീവിച്ചിരിക്കണം, എൻ്റെ അമ്മ മരിച്ചു 12 വയസ്സിൽ. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു ഫ്രീഡം കിട്ടിയെന്ന് പറയാം. പിന്നെ രണ്ടാമത് ഇറ്റ് ഹാപ്പൻ. എൻ്റെ ജീവിതത്തിൽ അത് നടക്കണമെന്ന ഒരു വിധിയായിരുന്നു. എങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതെന്താ നിങ്ങളുടെ വിധി എന്ന് എനിക്ക് അറിയുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കൊരു ആർട്ടിഫിഷ്യൽ ആയിരിക്കാം, പക്ഷെ ഈ ചോലക്കുടി നോക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, പോയിട്ട് പ്രീവിയസ് ജന്മം എന്തായിരുന്നു നോക്കാൻ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതില് ഞാൻ എത്രയോ ജന്മമായിട്ട് ഒരു ഡാൻസറായിട്ടാണ് ജനിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പല പ്രാവശ്യം കൊറിയോഗ്രാഫി ഒക്കെ ചെയ്യുന്ന സമയത്ത് ഓൺ സ്പോട്ട് എനിക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങളൊരു പാട്ട് തന്നത് എങ്ങനെ ചെയ്യും, എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതെങ്ങനെ എനിക്ക് ചെയ്യാം. ഇതൊക്കെ വന്നിട്ട് എത്രയോ നമ്മൾ പറയില്ലേ, പിന്നെ ചൈൽഡ് പ്രോജക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ അവർ എണിച്ചുകൊണ്ട് പാടുമ്പോൾ ഇതൊക്കെ എങ്ങനെ പോസിബിൾ? അതുപോലെ എൻ്റെ ജീവിതത്തിൽ 3 ജന്മം ഞാനൊരു പെണ്ണായിട്ടാണ് ജനിച്ചിരിക്കുന്നത്, അത് ഭംഗിയുള്ള ഒരു ഡാൻസറായിട്ട്. അപ്പൊ എനിക്ക് ആണുങ്ങളെ ഞാൻ ഒരുപാട് പേരെ ചീറ്റ് ചെയ്തു. അത്ര അവരുടെ അടുത്ത് കിട്ടിയ ശാപമാണ് ഈ ജന്മത്തിൽ പാതി ജീവിതം ആണായിട്ടും പാതി ജീവിതമായിട്ട് പെണ്ണായിട്ടും നീ ജീവിക്കണം. അതിലും എൻ്റെ പാവവിമോചനം കിട്ടണമെങ്കിൽ ഇത് മെത്തോളജി ആവാൻ, ഞാൻ ഒരു റിലീജിയസിനൊക്കെ അല്ല, തിരുവണ്ണാമല ചുറ്റി വന്നാലേ ഞാൻ ഇത് മാറുള്ളൂ. സത്യമായി എനിക്ക് അങ്ങനെയാണ് നടന്നത്. ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ട് ഞാൻ ഇത് അറിഞ്ഞിട്ട് ഞാൻ അവിടെ പോയതല്ല. എനിക്ക് അവിടെ ഒരു സായിബാബയുടെ അമ്പലത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓഫർ, അയാൾക്ക് എന്നെ അറിയും കൂടിയില്ല. സിംഗപ്പൂരിൽ വന്ന് എന്നെ ഇൻവൈറ്റ് ചെയ്തു. അവിടെ പോയി എൻ്റെ നാമഗ്രഹം നടന്നത്, മാലിക്ക എന്നുള്ള നാമഗ്രഹം നടന്നത് ആ ബാബയുടെ കാലിൻ്റെ താഴത്താണ്. ആദ്യമായിട്ട് പെണ്ണായിട്ട് ഞാൻ ഫുൾ ഡ്രസ്സ് ചെയ്ത് ഫുൾ ലൈവ് ചെയ്ത് ഡാൻസ് ചെയ്തത് അവിടെയാണ്. ഞങ്ങൾക്ക് ഡാൻസ് നടരാജനാണ്. ആ പെരുമാളെ നോക്കിയിട്ട് ഞാൻ കളിച്ച ഡാൻസും അതായിരുന്നു. ആ കളിക്കുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ അയാൾ ട്രാൻസ് ആയിട്ട് കളിച്ചു എന്നുള്ള ഒരു സാധനം. അവിടെ ട്രാൻസ് ആയിട്ട് ഞാൻ കളിക്കുന്ന സമയത്ത് അത്രയും പാമരജനങ്ങളായിരുന്നു അവിടെ നിന്ന് നോക്കണ്ടായിരുന്നു. അവരെല്ലാവരും ഹരഹര മഹാദേവ ഹരഹര മഹാദേവ എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ ആരും പറഞ്ഞിട്ട് ചെയ്തതല്ല. അതേപോലെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെലങ്ങ പോയി വീണു എന്നുള്ളത് തദ്ദി തൊമ്നം എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന ഒരു സ്ഥലത്തിൽ ശരിക്കും എൻ്റെ ചെലങ്ങ മുമ്പ് പോയി വീണു. സോ ഇതെല്ലാം ഒരു നിമിത്തമാണ്. വെളിയിൽ കളിക്കേണ്ട സ്റ്റേജിൽ കളിക്കാൻ പറ്റിയില്ല. എന്നിട്ട് ആ സ്റ്റേജ് ഉടഞ്ഞു പോണ സ്റ്റേജിൽ നിന്നിട്ട് ബാബയുടെ മുമ്പിൽ വന്നിട്ട് ഞാൻ ഡാൻസ് കളിച്ചു. സോ ഇതൊന്നും നിമിത്തങ്ങളാണ്. ഇതൊക്കെ എന്താ അറിയോ, വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വരും. ചിലതൊക്കെ നിമിത്തമല്ല. പിന്നെ ചില ആൾക്കാർ പറയും പേടിപ്പിക്കാൻ വേണ്ടി കർമ്മയാണ്, അതാണ് ഇതാണ്. വാട്ട് കർമ്മ? ആദ്യം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാണ്ട് നമ്മൾ ഇത്രയും തെറ്റ് ചെയ്തിട്ട് മറ്റുള്ളവർ ചെന്നത് പേടിപ്പിക്കുകയെ. മറ്റുള്ളവരെ കർമ്മ ഉണ്ടെങ്കിൽ എല്ലാവരും പേടിക്കുവോ? ഞാൻ ശപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനത്തെ ഒരു വാർത്ത ഇതുവരെ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ അടുത്ത് 1 രൂപ തന്നിട്ട് ഞാൻ പറയും, നോക്കൂ ഈ 1 രൂപ തന്നിട്ട് ഞാൻ തന്നത് കൊണ്ടൊന്നും നിങ്ങൾക്ക് ഒരുപാടൊന്നും വരാൻ പോകുന്നില്ല. നാളെ അത് വന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് പറയും? അതിൻ്റെ അടുത്ത് വാങ്ങിയിട്ട് ഒന്നും വന്നില്ല. കൈരാസി ഡോക്ടർ, കൈരാസി ഇല്ലാത്ത ഡോക്ടർ എന്ന് പറഞ്ഞ പോലെ ഇത് കുത്തില്ല, മുദ്ര കുത്തുമല്ലോ. അതുപോലെ എന്നെ ഒരു മുദ്ര കുത്തും, അവളുടെ അടുത്ത് വാങ്ങിയാൽ ഒന്നും വരില്ല. ഇതൊക്കെ ഇങ്ങനെ എന്തിനാ ഞാൻ ആവശ്യമില്ലാത്ത കാര്യം? ഇതൊക്കെ അന്ധവിശ്വാസങ്ങളായിരിക്കാം, നടക്കണവർക്ക് നടക്കാം. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഇതിൽ നടന്നു. അപ്പൊ ഞാൻ അത് വിശ്വസിച്ചല്ലേ പറ്റൂ. അതേപോലെ തന്നെ ഈ പറയുന്ന ആൾക്കാർ, പിന്നെ ഫഹദാവട്ടെ ഇവരൊക്കെ ആവട്ടെ, അവരിന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഹ്യൂമാനിറ്റി ഉള്ളത് കൊണ്ടാണ് അവർ ഇത്രയും കാര്യങ്ങൾക്ക് വരുന്നത്. ഇവിടെ ഫഹദ് ബൈസെക്ഷൽ ആണെന്നുള്ളത് ജാസി പറഞ്ഞുകൊണ്ട് നടക്കുന്നു. അപ്പം കൂടുതൽ ഇവരെ പറ്റിയൊക്കെ അന്വേഷിച്ചു. ഏത് ബെഡ്റൂമിൽ പോയിട്ടാണ് അവൻ നോക്കിയിട്ട് വന്നത്? അല്ല അവനെ അപ്രോച്ച് ചെയ്തോ? അല്ല അവൻ്റെ അടുത്ത് പോയി കടന്നു? ഫഹദ് വന്നിട്ട് ഒന്നും ആലോചിക്കണം. നമ്മൾ ഇത്രയും മറ്റുള്ളവരെ ട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ താൻ അങ്ങനെയാണെങ്കിൽ അവർ ചെയ്യോ? ചെയ്യില്ല അല്ലേ? നീ ഒരു പെണ്ണിന്റെ കൂടെ കിടന്നു എന്ന് പറഞ്ഞു, കഴിഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞു, ഞാൻ 9 വർഷം 10 വർഷമായിട്ട് ഞാൻ ലവ് ചെയ്യാണ്, അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ ഞാൻ കല്യാണവും കഴിച്ചിട്ട് വന്നു എന്ന് പറഞ്ഞു. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചോദിക്കട്ടെ, നീ ഒരു ട്രൂ ഈ സമൂഹത്തിൽ പെടണം എന്നുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ സത്യമായിട്ട് നീ പറ, നീ കല്യാണം കഴിച്ചിട്ടുണ്ടാവുമോ? തെറ്റാണ്. ആരായാലും ചിലവരുടെ ജീവിതത്തിൽ ഞാനൊരു കാര്യം പറയാം, ചിലവരുടെ ജീവിതത്തിൽ ആക്സിഡന്റ് ആയിട്ട് നടന്ന കാര്യമാണ്, പക്ഷെ നീ അറിഞ്ഞുകൊണ്ടാണ് നീ കല്യാണം കഴിച്ചത്. അത് തെറ്റാണ്. അത് ഞാൻ ഈ കമ്മ്യൂണിറ്റി അപ്പൊ എന്നിട്ട് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ വന്നിട്ട് ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ആണെന്നും പറഞ്ഞ് നീ പിന്നെ കുടികൊത്തണമല്ലോ, അത് തെറ്റാണ്. അപ്പൊ അത് കമ്മ്യൂണിറ്റിക്ക് ഞങ്ങൾക്കും ഒരു കെട്ടപ്പേരാണ്.
എത്ര പേര് അങ്ങനെ ചെയ്തിട്ടുണ്ട്? ഉണ്ട്. കേരളത്തിൽ ലേറ്റ് ആയിട്ട് വന്നു. ഇപ്പൊ എത്രയോ പേർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഞാൻ തന്നെ ഒരു കാനഡയിൽ ഒരു ഡോക്യുമെന്ററി കണ്ടിട്ടുണ്ട്. ഒരു പിന്നെ ആർമി ഓഫീസർ എത്രയോ വയസ്സിന് ശേഷം ഭാര്യ തന്നെ കൂടെ നിന്ന് ഓപ്പറേഷൻ ചെയ്ത് അവരെ പെണ്ണാക്കിയിട്ടുണ്ട്. അതിലെയൊക്കെ റെസ്പെക്റ്റ് ആണ്. ആ ഭാര്യ തന്നെ കൂടെ നിന്നിട്ട് എൻ്റെ ചേച്ചിനെ എന്നെ ഓപ്പറേഷൻ ചെയ്തിട്ട് എന്നെ നോക്കിയത്, അത് എനിക്ക് കിട്ടിയ ഒരു പെരുമയാണ്. മനസ്സിലായുള്ളൂ. നമ്മൾ സൊസൈറ്റിയിൽ എന്ത് ചെയ്താലും അതിന് ഒരു നല്ലത്. ഇപ്പൊ ഇന്ന് നീ ഇതൊക്കെ കാണിച്ചിട്ടും നീ അടങ്ങുന്നില്ലല്ലോ. പിന്നെയും മറ്റുള്ളവരെ ഉസ്പേത്ര, ഈ തമിഴിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കീ കൊടുത്തിട്ട് പൊമ്മേനെ കളിപ്പിക്കുന്ന പോലെ വേണം പറഞ്ഞ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ നിന്നെ ട്രോൾ ചെയ്യണം പറഞ്ഞിട്ട് പിന്നെയും നീ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത്, അപ്പൊ ഈ ട്രോൾ ഉണ്ടെങ്കിൽ മാത്രമേ നിന്റെ ജീവിതത്തിൽ നിനക്ക് പേരുള്ളൂ. നീ ഇതൊന്നും ചെയ്യാണ്ട് പുണ്യമായിട്ട് ചെയ്തു നോക്ക്, നിന്നെ ആരും തിരിഞ്ഞു നോക്കില്ല. അപ്പൊ അത് പാടില്ല എന്ന് പറഞ്ഞിട്ടല്ലേ ഒരു സെഷൻ കഴിഞ്ഞാൽ അടുത്ത സെഷൻ കൊണ്ടുവരും, ഒരു സെഷൻ കഴിഞ്ഞാൽ അടുത്ത സെഷൻ കൊണ്ടുവരും, ആരെങ്കിലും ഒരാൾ ബലിയാടാക്കും. അപ്പൊ ഇന്ന് ഞാൻ ചോദിക്കട്ടെ, ആ പെണ്ണിനെ നീ എത്രയും ചീത്ത പറഞ്ഞിട്ട് പിന്നെ അതേ ആളുടെ കൂടെ നിന്നിട്ട് ഇതൊന്നും നടന്നിട്ടേ ഇല്ല എന്നൊരു റീൽ ഇട്ടിരിക്കണു. അപ്പൊ നീ എനിക്ക് നീ എന്താ ഡബിൾ മൈൻഡഡാ? ആർ യു സൈക്കാട്രിക് ഓർ വാട്ട് ഈസ് യുവർ റിലേഷൻഷിപ്പ്? ഒരാളുടെ ലൈഫിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ എത്രയോ പേര് കല്യാണം, ഈ പറയുന്ന കേരളത്തിൻ്റെ ഉള്ളിൽ എത്രയോ സുന്ദരന്മാരെ കല്യാണം കഴിച്ചിട്ട് അവരാരും പബ്ലിക്കിൽ കൊണ്ടുവന്നിട്ട് ഇട്ടിട്ടുമില്ല. അതുമല്ല, ഈ അക്കട പക്കടയെ നോക്കിയിട്ട് ആർക്കും എന്തിനാണ് ഇപ്പോൾ താഴത്ത് ഡിങ്ഡോങ്ങും വെച്ചിട്ട് നിന്നെ നോക്കിയിട്ട് അസൂയപ്പെടണം. ഞാനൊക്കെ പെണ്ണായി, അതായി കഴിഞ്ഞതിന് ശേഷം നീ പറ, ഞാൻ നിന്നെ തെറ്റ് പറയുന്നില്ല. പക്ഷെ ഒന്നും ആവാണ്ട് ഞാൻ ആയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കാര്യം? അത് തെറ്റല്ലേ? സൊസൈറ്റിക്ക് നീ കൊടുക്കുന്ന ഏറ്റവും ഒരു പിന്നെ റോങ് എന്നപ്പോ എന്നെ പറയാം ഡിങ് ഡോങ്. യെസ്, ഞാനും ആ ഡിങ് ഡോങ് വെച്ചോണ്ടിരുന്നു, എനിക്കും ഉണ്ടായിരുന്നു, അത് എത്ര വേദനയായിരുന്നു ഞാൻ പറയാം. പക്ഷെ ഇന്നിപ്പോ നീ ഡിങ് ഡോങ്ങും വെച്ചിട്ട് ഞാൻ വെട്ടില്ല ഒരു എല്ലാ ഇന്റർവ്യൂവിലും പറയുന്ന ഒരു നുണക്കി കവറപ്പ് ചെയ്ത് അപ്പുറത്തും ഇപ്പുറത്തും ആരെങ്കിലും എന്തെങ്കിലും തെറ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹോസ്റ്റിനെ ഇട്ടിട്ട് പഞ്ചറാക്കുക. ഇപ്പൊ നിങ്ങൾ എൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ദേഷ്യപ്പെട്ടു? ഇല്ല. എന്തുകൊണ്ട്? ഫാക്ട് ഇസ് ഫാക്ട് അല്ലേ? നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് ഇപ്പൊ എൻ്റെ രഞ്ജു ആവട്ടെ, എത്രയോ പേരുണ്ട്, എത്രയോ നല്ല നല്ല ആൾക്കാരുണ്ട്, അവരൊക്കെ തനിക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സൊസൈറ്റിയിൽ പിന്നെ ഉണ്ട്. അവരാർക്കും ഇങ്ങനത്തെ ഒരു ഡാമേജ് കാര്യങ്ങളില്ലാത്തത് ഇങ്ങനെ ഒരാൾ മാത്രം. അപ്പൊ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്കത് വേണം പറഞ്ഞ് ചെയ്യുന്ന സമയത്ത് വാങ്ങിക്കോ. വടി കൊടുത്ത് അടി വാങ്ങുക, അല്ലെങ്കിൽ വേലി കിടക്കുന്ന പാമ്പ് തൂക്കി തഴുത്തിലിട്ടുണ്ടെങ്കിൽ അത് കടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നീയല്ലേ വേണം പറഞ്ഞെടുത്തിട്ടത്. ഞങ്ങളാരും നിന്റെ അടുത്ത് സൊസൈറ്റിയിൽ ഞങ്ങൾക്ക് എന്തിനു കാണിക്കാൻ പറ്റുന്ന? നീ റീലി നിന്റെ താടി വെച്ച രൂപം കാണിച്ചു, പിന്നെ ഒരു ഇത് ആര് ട്രോൾ ചെയ്തതാണെന്ന് പറഞ്ഞു, തന്നെ ആനസിൽ സെക്സ് ചെയ്യുന്ന പോലെയുള്ള ഫീലിങ്ങിലൊക്കെ ഒരു റീലൊക്കെ കൊണ്ടുവന്നിട്ടു. ഇതൊക്കെ ആരെങ്കിലും ചെയ്യോ? നിങ്ങൾ എന്റെ കണ്ടിട്ടുണ്ടോ? അപ്പൊ ഞാനൊരു കാര്യം പറയാം, ഞാൻ വേണം പറഞ്ഞ് ചെയ്തതാണ് കേട്ടോ. അതിപ്പോ എന്നെ വന്ന് എടുത്ത് പൊക്കാനും പറ്റും. ഇപ്പൊ നിങ്ങൾ എൻ്റെ ടിക്ടോക്കിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം. സത്യം പറഞ്ഞാൽ ഞാൻ ഷോക്കായി പോയി. ട്രോൾ ചെയ്യുന്ന ഒരാളാണ്, കാനഡക്കാരനാണ്. അയാൾ ചെയ്ത ഒരു പാട്ട്, മുതൽ മര്യാദത്തെ പാട്ടില്, ആ പാട്ടിന്റെ ഇതില് ബിഗിനിങ്ങില് അയാൾ ഒരു ആക്ഷൻ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ആക്ഷൻ, അത് അയാൾക്ക് തന്നെ വൈറലായി. ഞാൻ എന്ത് ചെയ്തു, ഞാൻ വേറെ ഏതൊരു പാട്ടിന് വേണ്ടി ഇങ്ങനെ വെറുതെ ചെയ്ത്. എന്താണ് എല്ലാവരും എന്നോട് ചോദിക്കും, നിങ്ങൾ ഈ മൂക്കുത്തി എന്തിനായിരുന്നു, ഈ മൂക്കുത്തി എന്തിനാണ്, ഇത് നന്നായിട്ടുണ്ടല്ലോ അങ്ങനെയാണ്. അപ്പൊ ഞാൻ വെറുതെ എന്ന് പറഞ്ഞ ഒരു ജോക്കിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ കാണിക്കാൻ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. അത് പറഞ്ഞ ഉടനെ അതും ഒരു ജോക്കും കാര്യങ്ങളും എല്ലാവരും വിചാരിച്ചു ദിസ് ഈസ് അപ്പീൽ ഓഫ് സെക്സ് അല്ലേ? ഇങ്ങനെ ചെയ്യുന്നത് ഇറ്റ്സ് യുവർ ഇൻവൈറ്റിംഗ് സംബഡി. ഞാൻ അതിന് പാരലായിട്ട് അതും ഇട്ടിട്ട് അങ്ങോട്ട് ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ വിത്തൗട്ട് എനിത്തിങ് 100K വ്യൂവേഴ്സ് പോയിക്കൊണ്ടേയിരിക്കണോ, നിൽക്കണില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് നെഗറ്റീവായിട്ടും നിങ്ങൾ ഇങ്ങനെ ട്രോൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അത് നിശ്ചയമായിട്ട് പറയുന്നുണ്ട്, ഓ എൻ്റെ ഒന്ന് ഇത്തിരി ഇട്ടാൽ മതി അതങ്ങോട്ട് വൈറലായിട്ട്. എന്തിനാ വൈറൽ ആവണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിക്കോസ് യു ആർ ഗിവിങ് റോങ് മെസ്സേജസ്. ആൾക്കാർക്ക് സത്യം ആർക്കും ഇഷ്ടപ്പെടില്ല. മരുന്ന് കശക്കും, പക്ഷെ അത് കശക്കും അല്ലേ?
ആർക്കും ഇഷ്ടമല്ല. ഷുഗർ കോട്ടിങ് ചെയ്ത് കൊടുത്താൽ മാത്രമേ കുട്ടികളും കഴിക്കുള്ളൂ, ഈവൻ നായ്ക്കുട്ടികൾ കഴിക്കുള്ളൂ, പൂച്ചക്കുട്ടികളും കഴിക്കുള്ളൂ, നമ്മളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ഷുഗർ കോട്ടിങ് ചെയ്തിട്ടാണ് നിങ്ങൾ മരുന്ന് വന്നിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പം അതിനെന്ത് വാല്യൂ? അപ്പം നിങ്ങൾ ഈ മരുന്നായി കഴിച്ചാലേ രോഗങ്ങൾ പോവില്ലല്ലോ. അപ്പം നിങ്ങൾ ചെയ്യുന്നത് വേറെ വിധത്തിലാണ്. അപ്പം അതെങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ദിസ് ഈസ് വാട്ട് ഐ ഫീൽ. റൈറ്റ് മെസ്സേജ് കൊടുത്താൽ നിങ്ങൾക്ക് ബഹുമാനവും റെസ്പെക്റ്റും വരും. പക്ഷെ അത് കുറച്ചു കാലത്തേക്കേ ഉള്ളൂ. സത്യം ഇസ് ഡിഫിക്കൾട്ട്. നോണ എല്ലാവർക്കും ഇഷ്ടമാണ്. ഓ എന്ത് ഭംഗി എൻ്റെ കുട്ടിയെ കാണാൻ, നോക്കി എന്ത് സാരിയാണ് ഉടുത്തിരിക്കുന്നത്, ഒരു കോട്ടൺ സാരിയാണ്. അപ്പുറത്ത് പോയിട്ട് പറയും, ഓ അവളൊരു കോട്ടൺ സാരി ഉടുത്തിട്ട് ഒന്ന് ഇരുന്നിട്ട് അവളുടെ ഇത് കാണിക്കണ കണ്ട അവള്. ഇത് പറയുന്ന ആൾക്കാർക്ക് ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ വാർത്തയ്ക്ക് എന്തുണ്ട്? ഇതാണ് നടക്കുന്നത്. പറയണമെന്നുണ്ടെങ്കിൽ ഐ ഡിഡ്ന്റ് ലൈക്ക് യുവർ സാരി, ഐ ഡിഡ്ന്റ് ലൈക്ക് ദ വേ യു ലുക്ക്, അങ്ങനെ പറയണം. മുഖത്തടിച്ച പോലെ നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ ദിൻ സൂട്ട് യു, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് നിങ്ങൾ അസൂയപ്പെട്ടു എന്ന് നിങ്ങൾ പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ലല്ലോ. യു കുഡ് ഡു ബെറ്റർ. ഇപ്പം ഞാൻ വന്നപ്പോൾ തന്നെ നിങ്ങൾ മാലയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ഒരു മാലയുണ്ട്, വേണം ഇടണോ? സി ഇറ്റ്സ് നോട്ട് ദാറ്റ് യു ഡോണ്ട് ഹാവ്, യു ഹാവ് എവറിത്തിങ്, ബട്ട് യു ഡോണ്ട് നോ എനിക്ക് ഈ വലിയ കമ്മലിന് ഇതാണ് നന്നായിരിക്കുക, സോ ഐ ഹാവ് ടു ടേക്ക് ഇറ്റ്. കണ്ടോ അവിടെ ഞാൻ കൊടുക്കാൻ വന്നപ്പോൾ എടുത്തില്ല, എന്തൊരു അഹങ്കാരമാണ്. ഇതാണ് ചണ്ടയ്ക്ക് കാരണം. എല്ലാവരുടെ അടുത്തും ഇതാ നടക്കുന്നത്. ഫാദിൻ്റെ അടുത്തായാലും ശരി, ഇവരുടെ അടുത്തായാലും ശരിയിട്ട്. ഇന്ന് നീ കാണിക്കുന്ന അയാളെന്തോ ഞാൻ തന്നെ എനിക്കത് പറയാൻ പറ്റില്ല, തരികട എന്തൊക്കെയൊന്ന് പറയും. ഞാൻ തന്നെ എത്രയോ ജതി പറയുന്ന ഒരാളാണ്. പക്ഷെ അത് അയാൾ പറഞ്ഞത് കേൾക്കണം. അപ്പം അയാളെയും എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്. അയാളെ ഇഷ്ടപ്പെടാത്തവർ എത്രയോ പേരുണ്ട്, അയാളെ ട്രോൾ ചെയ്യുന്നത് എത്രയോ പേരുണ്ട്. ഇപ്പം നന്ദിനി ആവട്ടെ, നന്ദിനി ക്ലിയർ ആയി. പക്ഷേ ലൈഫിൽ അടിപ്പെട്ടവരാണ് അവരൊക്കെ. നിങ്ങളായിട്ടാണ് അങ്ങോട്ട് പോയത് അവരുടെ അടുത്ത്. അവര് ഫായത് അഫ്കോഴ്സ് അയാൾ സൊസൈറ്റിയിൽ തെറ്റായിട്ട് അയാൾ ഇവര് മാത്രം ഒന്നല്ലല്ലോ. ഇപ്പൊ ഗ്ലൗസ് ഇട്ടിട്ട് ആരോ കഴിച്ചു, ട്രോൾ ചെയ്തില്ലേ ഇവരെ? പക്ഷെ ഞാൻ അതിന് തമാശ കേൾക്കണം കേട്ടോ. ഇപ്പൊ ലണ്ടനിൽ നിന്ന് എൻ്റെ ഒരു അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അവര് ചോറ് മുഴുവനും ഏത് ഹോട്ടലിൽ പോയാലും അവര് പിന്നെ ഗ്ലൗസ് ഇട്ടിട്ട് തന്നെയാണ് കഴിക്കണത്. അപ്പം ഞാൻ ആ അന്തം വിട്ടുപോയി. ഞാൻ അപ്പം തന്നെ റിലേറ്റ് ചെയ്ത് എന്ത് ഇവര്, പക്ഷേ അത് ഹൈജീനിക്കും അവർക്കുള്ള പ്രോബ്ലത്തിനും അവർ കഴിക്കുന്ന കാര്യങ്ങൾ അവർക്കത് ഗ്ലൗസ് ഇട്ട് കഴിച്ചത് എന്താ പറഞ്ഞിട്ടെങ്കിൽ പിന്നെ കൈ കഴുകണ്ട. ഈ ഗ്ലൗസിന് അങ്ങോട്ട് ഇപ്പം നമ്മൾ ഹെനയൊക്കെ ഇടുമ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ട്, അത് എടുത്തു കഴിഞ്ഞാൽ കയ്യിൽ പറ്റില്ല. അപ്പം അങ്ങനത്തെ ഒരു കാര്യം പിന്നെ ഹൈജീനിക് ആയിട്ടാണ് അവർ ആലോചിക്കുന്നത്. എന്നാൽ അവരൊരു നേഴ്സാണ്, അവരൊരു ഇതാണ്. അപ്പം അവരങ്ങനെയാണ് തിങ്ക് ചെയ്യണത്. നമ്മളപ്പം അങ്ങനെ എടുക്കാൻ പാടുള്ളൂ. അതിനെ പോയി നമ്മളിത് ചെയ്യുന്ന സമയത്ത് തരാം. പക്ഷെ ഓണത്തിന് ഇരുന്ന് സദ്യ കഴിക്കുന്ന സമയത്ത് അത് സെറ്റ് സാരിയൊക്കെ കൊടുത്തിട്ട് ഒരു ഇത്രയും കാര്യം നീ പണ്ടോട്ടിട്ട് കഴിച്ചിട്ട് വാ, തെറ്റില്ല. പക്ഷെ പെട്ടെന്ന് ഇത് ട്രോൾ ചെയ്യണം എന്ന് പറഞ്ഞ് നീ കഴിക്കുന്ന സമയത്ത് അതേപോലെ തന്നെ പല കാര്യങ്ങളും ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നിങ്ങൾ ഇത്രയും എനിക്ക് ധൈര്യമില്ല. അപ്പം സിനിമയിൽ വേണമെങ്കിൽ എനിക്ക് സീനുകൾ വരികയാണെങ്കിൽ ഞാൻ അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ ലവ് സീൻ ചെയ്യണമെന്ന് ഞാൻ ചെയ്യും. ഇപ്പൊ ശോഭന ആവട്ടെ, ഇന്ന് ഈ പറയുന്ന എല്ലാ ആക്ട്രസസും അവർ കാണിക്കുന്ന ഇന്റിമേറ്റ് സീൻസും അവർ ചെയ്തിട്ട് അവർക്ക് ആർക്കും റെസ്പെക്റ്റ് ഇല്ലേ? ഇന്ന് പത്മശ്രീ പത്മഭൂഷൺ ഒക്കെ കൊടുക്കുന്നുണ്ട്. അവർ ആക്ടിങ്ങിനാണ് അത് കൊടുത്തത്. പക്ഷേ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ബോയ് ഫ്രണ്ട് എന്നും പറഞ്ഞിട്ട് അത് കാണിക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഞാൻ ചോദിക്കട്ടെ, ഏത് ആക്ട്രസസ് ആണ് മമ്മൂട്ടിയുടെ ഭാര്യനെയൊക്കെ വെച്ചിട്ട്? മമ്മൂട്ടിയുടെ ഭാര്യനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ആദ്യം? ഇല്ല. മോഹൻലാലിന്റെ ഭാര്യനെ പിന്നെയും ഒരളവിനാവാം. എത്രയോ ആക്ട്രസസിന്റെ ഭാര്യ ഇങ്ങനെയൊക്കെ പിന്നെ റീല് ചെയ്തിട്ട് ഇട്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ അവരെന്നെ ഇടുന്നില്ല. അവർക്ക് എങ്ങനെ റീല് പോവില്ലേ? അവരൊന്നും ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? തൻ്റെ ഭാര്യയുടെ മേലെ കൊടുക്കുന്ന റെസ്പെക്റ്റ്, താൻ ചെയ്യുന്ന ഒരു റെസ്പെക്റ്റ്, ഇതൊക്കെ വന്നിട്ട് തനിക്കാണ്. അപ്പൊ നിനക്ക് വാല്യൂ എന്നുള്ളത് നീ കൊടുക്കണമെന്നില്ല. നീ മറ്റുള്ളവർക്ക് പിന്നെ ട്രോൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെയൊക്കെ ഇടുന്നു. അത് നിങ്ങളുടെ കമ്മ്യൂണിറ്റിൻ്റെ ഉള്ളിൽ അത് ചെയ്യാൻ പാടില്ല എന്നുണ്ടെങ്കിലും പിന്നെ നീ പറയുന്നത് ഇത് ചെയ്യണം. അമ്പലത്തിലേക്ക് പോകുന്ന സമയത്ത് തന്നെ ട്രോൾ ചെയ്യട്ടെ പറഞ്ഞിട്ട് തന്നെയാണ് പോയത്. അല്ലാണ്ട് ഞാൻ സഹായിക്കാൻ പോയി, ഞാൻ മേക്കപ്പ് ചെയ്യാൻ പോയി, എല്ലാം പറയാം. ഇപ്പൊ എത്രയോ ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട് ഇവരല്ലാണ്ട്. പക്ഷെ അവരാരും ഇവരെ പോലെ ട്രോൾ ചെയ്യുന്ന ഒരു സ്ഥലത്ത് നിൽക്കുന്ന ആളല്ല. അപ്പൊ ഇവര് പോയാൽ അത് ട്രോൾ ചെയ്യുന്ന അറിഞ്ഞിട്ട് തന്നെ ക്യാമറാമാനെ കൂട്ടിയിട്ട് ഇപ്പൊ ഇവര് നടക്കുന്നുമല്ല. അപ്പൊ ഇവര് ക്യാമറാമാൻ ആരാണ്? ഹയർ ചെയ്തിട്ട് പോയോ? ഓൺലൈൻ മീഡിയക്കാരല്ലല്ലോ ഇട്ടത്. ഇവര് പോകുന്ന എല്ലാ സ്ഥലത്തേക്കും ഇവരിടുന്ന റീലുകളും ഉണ്ട്, ഇല്ലേ? അപ്പൊ അതിന്റെ ക്യാമറാമാൻ ആരാ? അപ്പൊ ഇത് ഡെലിബറേറ്റ് അല്ലേ? അപ്പൊ ട്രോൾ ചെയ്യിപ്പിക്കണം എന്നാണ് പറഞ്ഞിട്ടോ. അടി കൊടുത്ത് വടി വാങ്ങുക, അല്ല വടി കൊടുത്ത് അടി വാങ്ങുക എന്നുള്ളത് ഇതാ പറയണത്. അപ്പൊ ആദ്യം പൂർണ്ണമായിട്ട് നിൽക്കുക. ഈ അക്കട പക്കട ഇല്ലാണ്ട് ജീവിതത്തിൽ ക്ലിയർ പ്യുവർ വാട്ടർ ഓൾവേസ് കുടിക്കാൻ ആരും സങ്കടപ്പെടില്ല.
കുറച്ച് കലർന്നിട്ട് ഒരു ചെറിയ തരി ഉണ്ടെങ്കിലും കൂടിയിട്ട് നമ്മളത് ആലോചിക്കും ഇതെന്ത് തരിയാണെന്ന് ഇല്ലേ. സ്വാഭാവികമായിട്ട് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്, ആരും ഒരു തെറ്റുമില്ല. ഇനി ഇതിനു വേണ്ടി കോർട്ട് നിൽക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ മൊത്തമായിട്ട് ഇപ്പം എന്ത് നടക്കും അറിയോ? മലേഷ്യയിൽ നടന്ന പോലെ തന്നെ ആദ്യം ട്രാൻസ്ജെൻഡേഴ്സിന് ഫീമെയിൽ എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട് നടന്നതാണ്. ഇങ്ങനത്തെ കുറെ കാട്ടിക്കൂട്ടങ്ങളും നടന്നിട്ടുണ്ടെങ്കിൽ ഒടുവിൽ ഈ ചാപ്റ്ററിനെ അവരങ്ങോട്ട് മൂടിയിട്ട് ഇത് വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ശല്യങ്ങൾ പോയി. നമുക്ക് എന്തിനു ഇതിൻ്റെ വെറുതെ പറഞ്ഞിട്ട് ആർക്കാ നഷ്ടം? നമ്മൾക്കാണ് നഷ്ടം. നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെല്ലാം പോകും. അതുകൊണ്ട് സൊസൈറ്റിക്ക് റൈറ്റ് ഇൻഫർമേഷൻ കൊടുത്താൽ നല്ലതാണ്. ഇതിൽ എനിക്ക് ജാസ്തി ആരാണെന്നൊന്നും അറിയില്ല. അറിഞ്ഞാലും തെറ്റ് കണ്ട് തെറ്റായിട്ട് ഞാൻ പറഞ്ഞു. ഇതിനു വേണ്ടി എന്നോട് ആരെന്ത് പറഞ്ഞാലും എനിക്കതിൽ ഒരു സങ്കടവും ഇല്ല. അഥവാ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും കൂടി ഞാൻ സോറി പറയും. അറിയാത്ത കാര്യം ഞാൻ പഠിക്കാം, ശരി പറഞ്ഞു തരൂ, ഞാൻ തന്നെ പഠിക്കാമെന്ന് പറയാം. എൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് പഠിക്കാനെങ്കിൽ എടുത്തോളൂ. അതാണ് ഗീവ് ആൻഡ് ടേക്ക് പോളിസി. ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ്, ഗീവ് ആൻഡ് ടേക്ക്, നോ ഡോമിനേഷൻ. എൻ്റെ അമ്മ കരയണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് എനിക്ക് സങ്കടം ഉണ്ടാവും. ആൾക്കാരെല്ലാവരും കാണും. അതിനെ നമ്മൾ തെറ്റെന്നോ ശരിയെന്നോ പറയാൻ ആർക്കും പറ്റില്ല, ഇല്ലേ? ഇന്ന് നീ പെണ്ണാവുന്നത് ആ ഒരു ഫീലിങ്ങിന് വേണ്ടിയിട്ടാണ്. പറയണു എനിക്ക് അതാശിനെ പോലെ ഒരു കുട്ടി എനിക്ക് കാണാനും മുഖമൊക്കെ വെച്ചിട്ട് കിട്ടണേ, അതൊക്കെ ആശപ്പെടുന്നില്ലേ? അപ്പോ സ്വന്തം അമ്മ തൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ കിട്ടിയ ഒരു കുട്ടീനെ വളർത്തിയെടുത്ത് കൊണ്ടുവരുന്ന സമയത്ത് ആ കുട്ടീനെ കാണാനും കൂടി വിടുന്നില്ല എന്ന് പറയുന്ന സമയത്ത് ഏതൊരു അമ്മയും പറയുന്ന കാര്യം ആ ഉമ്മ പറഞ്ഞിട്ടുള്ളൂ, അല്ലേ? അതിന് പോയിട്ട് തൻ്റെ തെറ്റ്, അതാ പറയുന്നത്. നമ്മുടെ ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താ അറിയോ? ചെറിയ കുട്ടികളാണ് സമയത്ത് സിസ്റ്റേഴ്സ് ആണെങ്കിൽ ആരെങ്കിലും നിങ്ങൾ തെറ്റ് ചെയ്യും, പഴി ആരുടെ വിലയിടും? അവനാ ചെയ്തത് അമ്മേ, ഇവരെ ചെയ്തെന്ന് പറയില്ലേ? ഇത് തന്നെയാണ് നടക്കുന്നത്. ഇത്രയും എനിക്കറിയുള്ളൂ. ആ ചോദ്യത്തിന് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ പാട്ടൊന്നുണ്ടല്ലോ, എന്താണ് പൊന്നസഖി എന്നൊക്കെ തട്ടിയിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്കൊന്നും അത് ഇതിപ്പോ പണ്ടത്തെ കാലത്തിൽ നമ്മുടെ ഈജിഡപ്പന് വന്നിട്ടുണ്ടെങ്കിൽ എന്നടാ എപ്പി ഇരിക്കടാ നല്ല ഇരിക്കടാ എപ്പി ഇങ്ങനെ കാണിച്ചിട്ട് പോണ പോലെ തന്നെ ഈ പാട്ട് കാണിച്ചിട്ട് തന്നെ തന്റെ മേലെ ആനയുടെ തലയിൽ മണ്ണ് വാരിയിട്ട പോലെ ആദ്യം അത് ചെയ്തു. അപ്പൊ ആൾക്കാർ മുഴുവൻ അത് പിടിച്ചു, അല്ലേ? രണ്ടാമത് നിങ്ങൾ ചോദിച്ച ചോദ്യം, അവൻ സ്ട്രെയിറ്റ് ആണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആണ് ഇനി ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആണായിട്ട് ഇരുന്നിട്ട് നീ സ്നേഹിച്ചുകൊണ്ട് നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് സെക്സ്. അപ്പൊ ഞാനൊന്ന് ചോദിക്കട്ടെ, അതെന്താണെന്നുള്ളത് എനിക്കിപ്പോൾ അവൻ കാണിച്ചു തരണമെന്ന് ഞാൻ പറയുന്നില്ല. ഞങ്ങളും ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിൽ പലതും ഉണ്ട്. ഞങ്ങൾ എത്രയോ ആൾക്കാരുടെ അനുഭവങ്ങളും ഞങ്ങൾക്കും അറിയാം. ഈ സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞ ആള് ഒരാണെന്ന് പറഞ്ഞ എന്താണെന്നുള്ളത് എനിക്കറിയാം. എൻ്റെ ആള് സ്ട്രെയിറ്റ് ആണ് 100%. എന്താ പറയുക, ഒരു സ്ട്രെയിറ്റിൻ്റെ കൂടെയാണ് നമുക്ക് ജീവിക്കാൻ എനിക്ക് താല്പര്യമുള്ളൂ. പക്ഷേ ഇത് സ്ട്രെയിറ്റ് ആണെന്ന് പറയണത് ഞാൻ പെണ്ണായതിനു ശേഷമാണ് എനിക്ക് ഒരു സ്ട്രെയിറ്റ് റിലേഷൻഷിപ്പ് ആയിട്ടുള്ള ഒരാളിനെ ഞാൻ എടുത്തത്. അതുവരെയും ഞാൻ ഇങ്ങനത്തെ ഒരു കാട്ടിക്കൂട്ടത്തും ചെയ്യില്ല എന്ന് പറഞ്ഞ് ഞാൻ ഭയങ്കര സ്ട്രോങ് ആയത്. എന്തറിയോ, താഴത്ത് ഒന്നും ഇല്ലാണ്ട് താഴത്ത് ഈ 3 ഡിങ് ഡോങ്ങിനെയും വെച്ചിട്ട് ഞാൻ എങ്ങനെ പോയിട്ട് ഒരാളുടെ അടുത്ത് പോയിട്ട് സെക്സ് ചെയ്യും? ഒരാണിനെ ഞാൻ സാറ്റിസ്ഫൈ ചെയ്യും? അത് തെറ്റ്. ദിസ് ഡിങ് ഡോങ് ഈസ് നോ യൂസ്. അപ്പൊ പിന്നെ നിങ്ങൾ ഗേ റിലേഷൻഷിപ്പ് എന്ന് പറയണം, അല്ലേ? ബൈസെക്ഷലോ എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ, എനിക്ക് എൻ്റെ ലെവലിൽ ഞാൻ നോക്കണമെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരാളിനോട് സെക്സ് ചെയ്യാൻ ഞാൻ ഒരുപാട് ഇറ്റ്സ് അൺകംഫർട്ടബിൾ. ഇപ്പൊ സത്യം പറയാം, എനിക്ക് ഓഫേഴ്സസ് ഒക്കെ വരികയൊക്കെ ചെയ്യും. പക്ഷെ എനിക്ക് എൻ്റെ മനസ്സിലൊരു പെണ്ണായിട്ടിരിക്കുന്ന സമയത്ത് ഇത് കണ്ടു കഴിഞ്ഞാൽ അവൻ എന്ത് പറയും? ഇതാണ് എൻ്റെ ഫീലിങ്. ഇപ്പൊ നീ വെച്ചോണ്ട് രണ്ടുപേരും ഇത് വെച്ചോണ്ട് ഇത് ചെയ്യണോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ജീവിതം നിങ്ങളൊരു കപ്പിളായിട്ട് ജീവിക്കണോന്ന്, കല്യാണം കഴിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞ സമയത്ത് അവിടെ നീ സ്ട്രെയിറ്റ് ആണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഞങ്ങളിപ്പോ ഇതേ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ വന്ന് നിങ്ങൾ എന്നെ നോക്കിയോ എന്ന് ചോദിച്ചല്ലോ പലവരുടെ അടുത്തും. അപ്പൊ അതേ തന്നെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ബെഡ്റൂമിൽ നിങ്ങൾ എന്താ കാണിക്കണമെന്നുള്ള ഞങ്ങൾക്ക് നോക്കണ്ട, ഞങ്ങൾക്ക് എന്താ അതിന്റെ കടമ? ഞങ്ങൾക്ക് നോക്കേണ്ട ഒരാവശ്യവുമില്ല, ഞങ്ങൾക്ക് ഊഹിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെയല്ലേ ഈ പറഞ്ഞ ആൾക്കാർ മുഴുവനും കോലുകലി, പിന്നെ കൊണ്ടൻ, അത് ഇത് എന്നൊക്കെ എന്തുകൊണ്ട് പറയണത്, അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ സെക്സ് സാറ്റിസ്ഫാക്ഷൻ ഒന്നുണ്ട്, ഇല്ലേ? ഇപ്പൊ ഇവർക്ക് ഇത്രയും കാലം അതിലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ അപ്പൊ ഇതൊന്നും ചെയ്യാണ്ട് എന്ത് സാറ്റിസ്ഫാക്ഷൻ? അപ്പൊ സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനും ചോദിക്കട്ടെ, നിങ്ങളൊരു പെണ്ണാണ്, നിങ്ങൾക്ക് അറിയാം എന്താ സ്ട്രെയിറ്റ്? ഞാനൊരു പെണ്ണാണ്, അല്ലെ? ഞാൻ പെണ്ണായി മാറിയതിനു ശേഷം ഇന്ന് എനിക്കറിയാം ഞാൻ ഈക്വൽ ജീവിതം ആണായിട്ടും ജീവിച്ചിട്ടുണ്ട്, പെണ്ണ്. അപ്പൊ എനിക്ക് രണ്ടും അറിയാം. എൻ്റെ അടുത്ത് ഈ
കക്കട് പക്കടൊന്നും പറ്റില്ല. ഞാൻ അക്കട പക്കടിയും അല്ല. ഇന്നിപ്പോ ഇത് പറഞ്ഞിട്ട് എല്ലാവരും പലവരും എൻ്റെ അടുത്ത് പറയും ഞങ്ങൾ എങ്ങനെ നിങ്ങൾ ബട്ട് സി ഈ പ്രോസസ്സ് കറക്റ്റായിട്ട് പോകുന്ന സമയം വരെയും ഞാനും ഒരു 2 വർഷം ഞാൻ അതിൻ്റെ വേദന അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അതുവരെയും ഞാൻ കേരളത്തിലെ കാല് കുത്തില്ല എന്നും എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ ഫുൾ പെണ്ണായിട്ട് വരണം, ഇതൊക്കെയാണ് നമ്മൾ എടുക്കേണ്ട ഒരു പാഠം. ഇത് ഒന്നും ആയിട്ടില്ല, വേഷം കെട്ടിയിട്ട് മുമ്പിൽ വന്നിട്ട് എന്നെ ഇങ്ങനെ പറയാൻ പാടില്ല, എന്നെ അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ അബദ്ധമാണ്. പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾക്കാൻ കാണിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ അതിന് വിമർശനം എടുക്കാനും നിങ്ങൾക്ക് ധൈര്യം വേണം. എല്ലാരെയും പോയിട്ട് ചീത്ത പറയാൻ പാടില്ല, മനസ്സിലായോളൂ. ആദ്യം ജീവിതത്തിൽ ഒന്നും അച്ചി ചെയ്തിട്ടില്ല. ഇന്ന് വെറും 4 ലേസറും ഇന്ന് നിങ്ങൾക്ക് ടെക്നോളജി ഉള്ളത് കൊണ്ട് ലേസർ കിട്ടി. ഹോർമോൺസ് എടുക്കണ്ടേ നമുക്ക് എങ്ങനെ അറിയും? നീ നാളെ പെണ്ണായിട്ട് മാറുന്നുള്ളത്. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഈ ജഡ്ജായിട്ട് പോകുന്ന സമയത്ത് പകുതി പേർക്ക് ഞാൻ മാറി എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ ഞാൻ ഇവിടെ ഇരിക്കുന്നതും എൻ്റെ മേലെയുള്ളതൊക്കെ കാണുന്ന സമയത്ത് പൂർണ്ണമായിട്ട് മാറിയെന്നപ്പോ അവര് ചോദിച്ചാലും അവർ പറയും മാറിയെന്ന്. പക്ഷെ എൻ്റെ പേര് മാലിക പണിക്കർ എന്നാണ് വന്നത്, മാലിക ഗിരീഷ് പണിക്കർ എന്നാണ് വന്നത്. അത് എങ്ങനെയാണ് അവിടുത്തെ ഗവൺമെന്റ് റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടറിൻ്റെ അടുത്ത് പിന്നെ ലോയറിൻ്റെ അടുത്ത് പോയിട്ട് ഒരു ഡീപ്പോൾ ഒന്ന് എടുത്തിട്ട് വന്ന് അതിൽ പേര് മാറ്റിയിട്ട് കൊണ്ടുവന്നിട്ട് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പേര് മാറ്റും. പക്ഷെ ആ 2 വർഷം എൻ്റെ സെക്സ് മാറ്റിയിട്ടില്ല, മെയിൽ തന്നെയാണ്. അപ്പൊ ഞാനിവിടെ ഒരു പ്രാവശ്യം വന്നു. അപ്പൊ ആ പാസ്പോർട്ട് എടുത്ത് ഇവിടെ വരുന്ന സമയത്ത് പേര് മാലിക പണിക്കുന്നുണ്ട്, ഫീമെയിൽ ആയിട്ട് ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇന്ത്യയിൽ അതിനെ കുറിച്ചൊന്നും ചോദിച്ചില്ല. ഇന്ത്യയിൽ അത്രയും കൾച്ചർ ഉണ്ട്. ഈ ഒരു ഹിജറ പെണ്ണിനെ കുറിച്ച് അറിഞ്ഞതുകൊണ്ട് അവിടെ എനിക്ക് ഇമിഗ്രേഷനിൽ ഒരു പ്രോബ്ലമും വന്നില്ല. പക്ഷെ ഇതേ തന്നെ ദുബായ് അങ്ങനെയല്ല. ഇന്ന് ദുബായിൽ എന്നെ ചോദ്യം ചോദിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഞാൻ ദുബായിൽ കാല് വെച്ചത് തന്നെ ഫീമെയിൽ പാസ്പോർട്ട് എടുത്തിട്ട് പോയിട്ടാണ്. അതുമാത്രമല്ല, നമ്മൾ നടക്കുന്ന വിധമില്ലേ. ഇപ്പൊ എത്രയോ പേരുണ്ട് രഞ്ജുമാർ അവിടെ പോയിട്ട് ഗോൾഡ് കാർഡ് വാങ്ങിയിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ട് കൊടുത്തിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അവിടെ പോയി ഇരുന്നിട്ട് ആൾമാറ്റം അത് തെറ്റല്ലേ? നിന്നോട് ആരോ ഫീമെയിൽ അത്രയും പേഷ്യൻസ് ഇല്ല. ഇപ്പൊ തന്നെ കിട്ടി, ഇപ്പൊ തന്നെ തിന്ന്, ഇപ്പൊ തന്നെ തൂറി, ഇപ്പൊ തന്നെ ജീവിതം കഴിക്കണം എന്ന് പറയുന്ന ആൾക്കാരോട് നമ്മൾ എന്ത് പറയും? എല്ലാത്തിനും പേഷ്യൻസ് ഉണ്ട്. ഇഡ്ഡലി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാവ് വരച്ചിട്ട് ഇപ്പൊ തന്നെ ഇഡ്ഡലി ഉണ്ടാക്കണം പറഞ്ഞാൽ ആ ഇഡ്ഡലിയുടെ ടേസ്റ്റ് വരുമോ? അത് പൊങ്ങണ്ടേ? അതിനുള്ള അത്രയും സമയം കൊടുക്കണ്ടേ? ഒന്നുമില്ലാണ്ട് നമ്മൾ ഇപ്പൊ തന്നെ കയറിയിട്ട് ഞാൻ പെണ്ണാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖത്ത് കുറെ മേക്കപ്പും പിന്നെ ഡ്രസ്സും മേലത്തെ കുറെ ഡ്രസ്സ് പെണ്ണുങ്ങളുടെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതാ പറയുന്നത്. ഇന്നത്തെ കൾച്ചറിൽ പിന്നെ നമ്മുടെ ഓൾ ദിസ് എന്താ പറയാ പിന്നെ ഡ്രസ് ഫാഷൻസ്, അത് എന്താണ് പറയാ, ട്രെൻഡ് അല്ല, ഫാഷൻ ട്രെൻഡ് അല്ല, നമ്മുടെ ഇത് അത്രയും പുരോഗമിച്ചു. പണ്ടൊക്കെ ആരെങ്കിലും കപ്പ് വെച്ചിട്ട് ബ്ലൗസ് തെച്ച് തരുമോ? തരില്ല, ഇല്ലേ? ഇപ്പൊ അതെല്ലാം മോഡേൺ ആയി, ഇല്ലേ? ബ്ലൗസിൽ എന്തൊക്കെ നമുക്ക് വെറൈറ്റീസ് കൊണ്ടുവരുന്നു. അപ്പൊ അതുകൊണ്ട് അതെല്ലാം ആർക്കാണ് ഉപകാരമായത്? ഇപ്പൊ നീ പറയുന്നുണ്ട് എല്ലാവരും സർജറി ഇല്ല, പക്ഷെ ആക്ച്വലി ഈ പർട്ടിക്കുലർ സർജറി, ഈ പിന്നെ ബ്രസ്റ്റും ഇംപ്ലാന്റഡും ഇത് കാര്യങ്ങളെല്ലാം എക്സെപ്റ്റ് ദ ബോട്ടം, ഇതെല്ലാം വന്ന് പെണ്ണുങ്ങൾക്ക് വേണ്ടി ചെയ്തതാണ്. ഈ കോസ്മെറ്റിക് എന്ന് ചെയ്തത് പെണ്ണുങ്ങൾക്കാണ്. ഇന്ന് കാണുന്ന ഈ പറയുന്ന നോസ് കറക്ഷൻ, ആ കറക്ഷൻ, ഈ കറക്ഷൻ, ഇതെല്ലാം പെണ്ണുങ്ങളാണ് ഏറ്റവും കൂടുതൽ അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ബിക്കോസ് ആക്ടർ ആക്ട്രസസ് ഇവരൊക്കെ ചെയ്തു, ഇപ്പൊ എല്ലാവർക്കും പൈസ ഉണ്ട്, ചെയ്യുന്നുണ്ട്. അപ്പൊ അതേ തന്നെയാണ് ട്രാൻസ്ജെൻഡേഴ്സും ചെയ്ത് പെർഫെക്റ്റ് ആക്കാൻ നോക്കുന്നതല്ലാണ്ട് ഇത് സ്പെഷ്യൽ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കാര്യങ്ങളല്ല. അപ്പൊ ഇതൊക്കെ ഒരു തെറ്റായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. അപ്പൊ എനിക്ക് ഇതിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് തന്നെ ഇത് ഇത്രയും മുമ്പിൽ എക്സ്പോസ് ചെയ്യുന്നതിന് മുമ്പ് പേഷ്യൻസ് ആയിരുന്നു. അപ്പോഴേക്കും ഫോളോവേഴ്സ് കിട്ടണ്ടേ? നാളെ എന്ത് കണ്ടു, ആര് കണ്ടു എന്നുള്ളതെല്ലാം വെപ്രാളമല്ലേ. ഇന്ന് തന്നെ കുറെ തിന്നിട്ട് ഇത്ര തിന്നാൻ പറ്റും? ഈ കയ്യിൽ ഒതുങ്ങുന്നതല്ലേ കയ്യിൽ വെക്കാൻ പറ്റത്തുള്ളൂ. ഒരുപാടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് താഴ്ത്ത് വീഴും. അപ്പോ മറ്റുള്ളവരാർക്കെങ്കിലും തിന്നിട്ട് പോകും. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിക്ക്, നമ്മളിപ്പോൾ ഞാനൊക്കെ ഇത്രയും കാലം ഇവിടെ ഉണ്ടായിരുന്നു, ആരെങ്കിലും ഒരാൾ എന്നെ വന്നിട്ട് ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? ഞാൻ സ്പെഷ്യൽ ആണോ, ഞാൻ നുണ പറയാണോ, അതൊക്കെ പറയാം. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല.
ഓക്കെ, ഇപ്പം ജാസിയുടെ കേസ് വിടാന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ തന്നെയുള്ള ഒരാളാണ് നിവേദ് ആന്റണി എന്ന് പറയുന്നത്. ഇപ്പൊ 5 years ബാക്ക് നോക്കാന്നുണ്ടെങ്കിൽ ആള് ഒരു ഗേ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. ഒരു മെയിൽ പാർട്ട്ണറെ കല്യാണം കഴിച്ചു, പിന്നെ അവര് പിരിഞ്ഞ്. പിന്നെ ഞാൻ കാണുന്നത് ഒരു ഇന്റർവ്യൂ വേദിയിൽ സാരി ഒക്കെ ഉടുത്ത് വന്നിരുന്ന് വളരെ മോശമായ രീതിയിൽ ഒരു നടൻ എന്നെ വരുമ്പോഴേക്കും ഞാൻ ഇങ്ങനെ തുണിയില്ലാതെ നിൽക്കണം, ആ രീതിയിലൊക്കെയുള്ള വളരെ മോശമായ സ്വന്തമായിട്ട് ഒരു ലെവലിൽ തന്നെ ചിത്രീകരിക്കുന്ന നിവേദ് ആന്റണിയെയാണ് എനിക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. സോ ഗേ കപ്പിൾ ആയിട്ട് നിന്ന് ഇപ്പം ഫുൾ ട്രീറ്റ്മെന്റ് ചെയ്തു. അതിന് സുരേഷ് ഗോപി 25 lakh എന്തോ കൊടുത്തു, ഫുൾ സർജറി ചെയ്ത് ഫീമെയിൽ ആയി എന്നാണ് പറയുന്നത്. എന്താ അതിന്റെ സത്യാവസ്ഥ എനിക്കറിയില്ല. പക്ഷെ ഇപ്പൊ ഫുൾ ലേഡി ആയിട്ടാണ് നടക്കുന്നത്. അങ്ങനെ ഗേ കപ്പിൾ ആയിട്ട് നിന്ന് പിന്നെ ഇങ്ങനെ ഒരു ലേഡി ആയിട്ട്, അതായത് ട്രാൻസ് വുമൺ ആയിട്ട് എങ്ങനെയാണ് ഒരാൾക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്നത്? ഇതൊരു തരത്തിൽ നിവേദ് കാണിക്കുന്ന നാടകമാണെന്ന് തോന്നിയിട്ടില്ലേ? ഞാൻ ഇതൊരു കാര്യം പറയട്ടെ, ഇതൊക്കെ തന്നെയാണ് ജീവിക്കാൻ. എന്ത് വിധത്തിലും ജീവിക്കാം. നേർവഴിയിൽ പോയി നമുക്ക് ജീവിക്കാം, കുറുക്ക് വഴിയിലും ജീവിക്കാം. കുറുക്ക് വഴി പോകുന്നവർക്ക് കുറുക്ക് വഴിയേ കിട്ടത്തുള്ളൂ. ഇവരെല്ലാവരും അതാ പറയുന്നില്ലേ, നെയിം ആൻഡ് ഫെയിമിന് മാത്രം ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറയണം, ഇപ്പൊ ഞാൻ ഇത്രയും വർഷങ്ങൾ പഴക്കമുള്ള ഒരാളാണ്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ചേർന്ന് ഞാൻ ഈ 2008 ഇതിനെക്കുറിച്ചിട്ട് കേരളത്തിലോ കോൺസ്റ്റിറ്റ്യൂഷനിലോ ഒന്നും ഇല്ലാത്ത സമയത്ത് തന്നെ എൻ്റെ ഇന്റർവ്യൂ ബാംഗ്ലൂരിൽ ഫുൾ പേപ്പർ ഫസ്റ്റ് ഇതോട് അതൊന്നും ആരും ആ സമയത്ത് അറിയാത്തത് കൊണ്ട് ആരും കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ അപ്ലൈ ചെയ്തൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എന്തുകൊണ്ട് ഞാൻ ഇത്രയും കാലം പറയാണ്ടിരുന്നു പറഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരാളുടെ കൂടെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേൾഡ് വൈഡ് പോണ സമയത്ത് ഞാൻ എവിടെയും പോയിട്ട് ആരെടുത്തും ഞാൻ ആരാണോ ഞാൻ കൈ തട്ടിയിട്ട് ഞാൻ ഇതാണ് ഞാൻ അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാറില്ല. ബിക്കോസ് എനിക്ക് ഗവൺമെന്റ് എന്നെ റെസ്പെക്ട് ചെയ്തിട്ടാണ് ആ ഒരു അംഗീകാരം പെണ്ണെന്ന് തന്നിരിക്കുന്നത്. അപ്പൊ ആ പെണ്ണിനെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് പോണം. എവിടെ പോയിട്ടും ഞാൻ എന്നെ ട്രാൻസ് ആണ്, ഞാൻ എനിക്ക് ട്രാൻസ് ആയിട്ട് എനിക്ക് പബ്ലിസിറ്റി തരുന്ന, അപ്പൊ അതെന്താ പറഞ്ഞിട്ടുണ്ട്, അത്യാഗ്രഹം അല്ലേ? അപ്പൊ ഇത് ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മൾ എൻ്റെ ഗവൺമെന്റിനെ ഞാൻ റെസ്പെക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനു വേണ്ടി ഞാൻ സ്കൂളും കൂടി നിർത്തി. എന്താ പറഞ്ഞാൽ അവിടെ വന്ന് നമ്മള് ഈ ഒരു ട്രാൻസ്ജെൻഡർ നമ്മളെ കണ്ടിട്ട് തന്നെ ഒരു പബ്ലിസിറ്റി കിട്ടി ഇനി ഒരാൾ ഇൻസ്പയർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ എഗെയിൻസ്റ്റ് വരും. അത്രയും കോൺഷ്യസ് ആണ്. ഞാനൊരു ഹോസ്പിറ്റലിൽ ഒരു എക്സ്റേ എടുക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം അവരെൻ്റെ അടുത്ത് ചോദിക്കുന്നത് എന്താ പറയുക, ആർ യു പ്രഗ്നന്റ്? എൻ്റെ അടുത്ത് എന്തിനാ ആ വാർത്ത ചോദിക്കണം? വെൻ വാസ് യുവർ ലാസ്റ്റ് പീരിയഡ്? ആർ യു ഹാവിങ് പീരിയഡ് നൗ? എൻ്റെ അടുത്ത് എന്തിനാ ചോദിക്കേണ്ട ആവശ്യം? ബിക്കോസ് നമ്മുടെ ഗവൺമെന്റിന് അവിടെ പെണ്ണെന്ന് പറഞ്ഞിട്ട് ഒരു അംഗീകാരം കൊടുക്കുമ്പോൾ പെണ്ണായിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും നേരം നമ്മുടെ കൂടെ മാലിക ചേച്ചി ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തു. ഒരുപാട് പുതിയ പുതിയ അറിവുകൾ, എന്താണ് കമ്മ്യൂണിറ്റി എന്നുള്ളതും എങ്ങനെയൊക്കെ ഇതാവാന്നുള്ളതും നമുക്ക് പുതിയൊരു അറിവായിരുന്നു. മാത്രമല്ല, ഞാൻ നോർമലി പിന്നെ മെയില് ഫീമെയില് തേർഡ് ജെൻഡർ എന്നുള്ളതില് ഇപ്പം ഞാൻ മാലിക ചേച്ചീന്റെ പാസ്പോർട്ട് നോക്കിയപ്പോഴാണെങ്കിൽ ഫീമെയിൽ എന്നാണ് ഐഡന്റിറ്റി വന്നിരിക്കുന്നത്. സോ പൂർണ്ണമായിട്ടും നമ്മള് ഒരു മനസ്സുകൊണ്ടും നമ്മുടെ ശരീരം കൊണ്ടും ഒരു സ്ത്രീ ആയിട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലേബൽ കിട്ടുന്നുള്ളത് ഒരു പുതിയ അറിവ് തന്നെയായിരുന്നു. മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളോട് ഷെയർ ചെയ്തു. സോ ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ സഹകരിച്ചതിന് ഒത്തിരി നന്ദി. എനിക്ക് ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി, എന്താ അറിയോ, എനിക്കും സംസാരിക്കാനും നമുക്ക് സൊസൈറ്റിക്ക് വേണ്ടിയാണ് നാം സംസാരിക്കുന്നത്, അല്ലാണ്ട് എന്നെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഇപ്പോൾ ഈ ഒരു ഗാന്ധിജി ഇല്ലെങ്കിൽ എത്രയോ ആൾക്കാരുണ്ടായിരുന്നു ഇൻഡിപെൻഡൻസിൽ. ഫാദർ ഓഫ് നേഷന് കിട്ടിയത് അവരുടെ ഒരു അഹിംസ എന്നുള്ള ഒരു കാര്യങ്ങൾ മാത്രം വെച്ചിട്ടാണ്. ധർമ്മ അധർമ്മ എന്ന് പറഞ്ഞ കർമ്മ അല്ല, ഇവിടെ അധർമ്മ ആൻഡ് അധർമ്മ, ആ ഒരു കാര്യം ബേസ് ചെയ്തത് കൊണ്ടാണ് ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയത്. അതുപോലെ തന്നെ ഇതിലും നല്ല ഒരു മുടിവ് വേണമെന്നും പറഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന ഇത്രയും നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ വെളിയിൽ നല്ല ആർട്ടിസ്റ്റിന് കൊടുത്ത് അവരുടെ ഇൻഫർമേഷൻ സഹകരിച്ചിട്ട് ഇന്ന് സൊസൈറ്റിക്ക് കൊടുക്കണമെന്ന് കാണുമ്പോൾ തന്നെ എനിക്ക് നിങ്ങളെ ബ്ലെസ് ചെയ്യാനും, സത്യം പറഞ്ഞാൽ ഇതാണ് ബ്ലെസ്സിങ്. അറിയില്ലേ, ഞങ്ങൾ ബ്ലെസ് ചെയ്താൽ നല്ലത് ഞങ്ങളുടെ ഈ നല്ല കാര്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ബ്ലെസ്സിങ്. അത് എനിക്ക് തന്നതിനും എന്നെ കേരളത്തിൽ ഒരു അംഗീകാരമായിട്ട് എടുക്കാനും കേരളത്തിൽ ഒരു അംഗമായിട്ട് ഇപ്പം എന്നെ എടുത്തതിനും ഈ വയസ്സിലും ഇത്രയും തന്നതിൽ എനിക്ക് നന്ദി എങ്ങനെ പറയണമെന്നല്ല, നന്ദി പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് പോയി. നമ്മൾ ഒരു നന്ദി എന്ന് പറഞ്ഞിട്ട് ഇതൊന്നോടെ നിന്നതുപോലെ ഞാൻ പറയില്ല. ലെറ്റ്സ് കണ്ടിന്യൂ തീർച്ചയായും ഫോർ ഫ്യൂച്ചർ ബെറ്റർ. ഇനിയുണ്ട് പലതും നോക്കാം. ഓക്കെ, താങ്ക് യു.